ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞങ്ങളുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അതാണ് ഗൈസ് നോക്കൂ, അങ്ങനെ പറഞ്ഞ പ്രകാരം നമുക്ക് അങ്ങനെ ഏതൻസിലൊരു പാർക്കിംഗ് സ്ലോട്ട് കിട്ടി. അപ്രകാരം നമ്മൾ നല്ലൊരു സ്ഥലവും കിട്ടി കേട്ടോ. നല്ല വ്യക്തവും സ്ഫുടതവും നല്ല ഇടാനും നല്ല വൃത്തിയും നല്ലൊരു സ്ഥലം. ക്യാമറയുടെ സെന്ററിലും കിട്ടി. ഞാൻ ഐ ഓവർലാൻഡ് ഉപയോഗിച്ചാണ് ഈ കാണുന്ന പാർക്കിംഗ് സ്ലോട്ട് ബുക്ക് ചെയ്ത്. ഒരു മാസത്തേക്ക് $70. അത് ഞങ്ങളെ കണ്ട് ഞങ്ങൾ സംസാരിച്ചു $65 കുറച്ച് വന്നു. 3 മാസത്തേക്ക് ഞങ്ങളുടെ കയ്യിലുള്ള 250 240 അല്ലേ, 240 പിന്നെ നമ്മളൊരു €5 കൊടുത്തു. ഇവിടെ ഒരു ദിവസം കിടക്കുന്നതിന് €2.50 നമ്മളിവിടെ കിടക്കുന്നതിനും ബാത്റൂം ഉപയോഗിക്കുന്നതിനും. മൊത്തത്തിൽ ഞങ്ങളുടെ കയ്യിലുള്ള ഡോളർ എല്ലാം കൊടുത്തു. പക്ഷേ എന്താണ്? പക്ഷെ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ബാത്റൂം സൗകര്യം അതല്ല. ഈ പക്ഷേ എന്താന്ന് നിനക്ക് പറയാൻ പറ്റുമോ? നിന്റെ മനസ്സിലുള്ള കാര്യം എനിക്ക് പറയാൻ പറ്റുമോ? യെസ് ഗൈസ്, അതായത് ഈ പക്ഷേ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വണ്ടി അന്ന് ശരിയാക്കിയ സെയിം ഡൈനാമോയുടെ ക്ലാമ്പ് പൊട്ടി, ഡൈനാമോ കംപ്ലൈന്റ് ആയി. ഗൈസ്, അതൊരു വളരെ മോശമായ ഒരു സംഭവമാണ്. ഇതിങ്ങനെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യുമെന്ന് പോലും ഞങ്ങൾക്ക് അത് പടവട പൊട്ടുന്നതിന്റെ കാരണം നമുക്ക് കണ്ടുപിടിക്കണം. ഭയങ്കരം കാറ്റാണ്, ഭയങ്കരം വിൻഡാണ്. നോക്കിയേ, നിങ്ങൾ ഈ ഒരു സ്ഥലത്തോട്ട് നോക്കി കഴിഞ്ഞാൽ കറക്റ്റ് കാണാൻ പറ്റും. 25 കിലോമീറ്റർ 30 കിലോമീറ്റർ പെർ അവറിലാണ് കാറ്റ് വീശുന്നത്. നമ്മുടെ നാട്ടിൽ ക്രിസ്മസിന് വീശുന്ന പോലത്തെ കാറ്റാണ് ഇവിടെ വീശുന്നൊന്നും അല്ല. അതെ, നമ്മളവിടെ കൊടുങ്കാറ്റ് വരൂലേ, അതോടെ സാധാരണ ഏതാണ്ട് 100 വാഹനങ്ങൾ പാർക്ക് ചെയ്താക്കുന്ന ഒരു ക്യാമ്പർ പ്ലേസിലാണ് നമ്മളുള്ളത്. അതായത് ഇവിടെ ആൾക്കാർ വണ്ടി ഇട്ടിട്ട് താമസിച്ചിട്ട് പോകുന്നവരുണ്ട്. ഇവിടെ ലോങ്, അതായത് 6 മാസം വരെ നമുക്ക് യൂറോപ്പിൽ വണ്ടി ഇട്ട് നിൽക്കാൻ പറ്റും. 6 മാസം. അത് കഴിയുമ്പോൾ നമ്മൾ അൽബേനിയ പോലത്തെ എക്സിറ്റ് എൻട്രി അടിച്ചാൽ മതി. ഞാൻ നിങ്ങൾ കസാക്കിസ്ഥാനിൽ ഇതൊന്നും ചെയ്തില്ല. പേപ്പർ അങ്ങ് കളഞ്ഞു, കാണുന്നില്ലെന്ന് പറഞ്ഞു അല്ലേ. തിരിച്ചു പിടിച്ചു കുറച്ച് പൊടികൾ. ഇവിടെ ഈ ഒരു ഫിയറ്റിന്റെ വണ്ടിയായിട്ട് ഇത് മോഡിഫിക്കേഷൻ ചെയ്ത വേറെ കമ്പനി, അതുകൊണ്ടാണ് ലോഗോ വേറെ വന്നാക്കുന്നത്. ഇതൊക്കെ ആ കാണുന്ന സാധനമല്ലോ. ഇവിടെ ഒരു 30 ലക്ഷം രൂപ കേട്ടോ ഫിയറ്റിന്റെ ക്യാമറ. കിട്ടില്ല സാധനമാണ് ഇതൊക്കെ. പഴയതല്ല, പുതിയതിന് 30 ലക്ഷം രൂപ. അങ്ങനെയാണ് സംഭവം. ഇതൊക്കെ ഇതിന്റെ ചാർജ് ചെയ്യുന്ന സംവിധാനങ്ങൾ. എന്റെ അമ്മയെ കാറ്റെന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാൻ ലിവിനിലേക്ക് പിടിച്ചു കഴിഞ്ഞാൽ ലിവിന്റെ ഇതുണ്ട്, പാറുന്നുണ്ട്. അത്രയ്ക്കും കാറ്റും അത്രയ്ക്കും തണുപ്പാണ്. നമ്മുടെ ഏരിയയിലൊക്കെ കിടന്ന് അടിക്കുന്നുണ്ട്, നമ്മുടെ തുണി കിടന്ന് അടിക്കുന്നുണ്ട്. നമ്മുടെ വണ്ടിയുടെ പ്രശ്നം ഞാൻ കാണിച്ചു തരാം. അതായത് ലിബി അതിന്റെ ഇടയിലേക്ക് വെച്ചോട്ടോ ഗൈസ്. അതായത് ഇതുണ്ടോ കാണാടാ, അത് കാണത്തില്ല. തട്ടുന്ന കാണാം. ആ സാധനം ഇളകിപ്പോയതാ, സ്ക്രൂ പോയതാണ്. എന്നാന്ന് അറിയത്തില്ല. നമുക്ക് പുതിയത് കൊണ്ടുവരണം. ഒന്ന് നോക്കൊന്നും വേണ്ട. നാളെ വണ്ടിയുടെ അടിയിൽ കയറണം. ഇവിടെ ഇങ്ങോട്ടാണല്ലോ വീല്. ഗൈസ്, നാളെ വണ്ടിയുടെ അടിയിൽ കയറണം. അടിയിൽ കയറിയിട്ട് വണ്ടിക്ക് എന്തൊക്കെ സാധനങ്ങൾ ഇനിയും കൊണ്ടുവരണം, എന്തൊക്കെ കുറവുകളുണ്ട്, എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ആ പ്രശ്നം ഉണ്ടെങ്കിൽ അതിനുള്ള സാധനങ്ങൾ, മെക്കാനിക്കൽ സംഭവങ്ങൾ, ഇതെല്ലാം നമുക്ക് നാട്ടിൽ നിന്ന് വരാൻ നേരത്ത് കൊണ്ടുവരണം. ഏതാണ്ട് 3 മാസം കഴിഞ്ഞ് ഞങ്ങൾ വരത്തുള്ളൂ. പോയിട്ട് ഇവിടെയാണ് ഞങ്ങളുടെ വാഹനം കിടക്കുന്നത്, തൊട്ടോടെ. അത് ഇവിടെ എല്ലാം വെള്ള നിറത്തിലുള്ള വണ്ടിയാണ്. ഞങ്ങളുടെ വണ്ടിയാണ് ഇവിടെ ഏറ്റവും കളർഫുൾ. അപ്പം ഭയങ്കര സന്തോഷമായിരുന്നു ഇവിടെ ഉള്ളവർക്ക്. ഇതുണ്ട്. ഇനി ഇങ്ങോട്ട് വരാൻ നേരത്തെ ഞാൻ കുറെ സമയം കാണിച്ചു. ഇതാണ് ക്യാമ്പർ പാർക്കിന്റെ ഫ്രണ്ട് വശം എന്ന് പറയുന്നത്. ഇവിടെ നിന്നാണ് നമ്മൾ കയറി വരുന്നത്. അല്ലടാ ലിബിയ? ഇവിടെ നിന്നാണ് നമ്മൾ കയറി വന്നിട്ട് സ്ഥലം പിടിക്കുന്നത് അല്ലേ? ഗൈസ്, ഇവിടെ നിന്നാണ് നമ്മൾ കയറി സ്ഥലം പിടിക്കുന്നത്. അതായത് ഇതുണ്ടോ, ഇത് പഴയ ഒരു ബെൻസ് ആട്ടോ, മെഴ്സിഡീസ് ആണ് ഈ കാണുന്നത്. പഴയ ഒരു വോക്സ് വാഗന്റെ ഗോൾഫ് എന്ന് പറഞ്ഞ സാധനമാണ് ആ കാണുന്നത്. ഇത് ഔഡി. ഞാൻ ഇതിനെ കുറിച്ചൊന്നും അല്ല പറയാൻ വേണ്ടി വന്നത്. അതായത് ഇപ്പൊ ഈ മൈക്ക് ഉണ്ടല്ലോ, റേഞ്ച് വളരെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് പുതിയ സാധനം ഇറങ്ങാൻ വേണ്ടി പോകുമ്പോൾ ഈ സാധനം നശിപ്പിക്കാന്ന് എനിക്ക് തോന്നുന്നവര് അല്ലേ. ഈ കാണുന്ന ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് കറക്റ്റ് യൂറോപ്പിലുള്ളവർക്ക് ഇതിലെ വരാൻ നേരത്തെ കറക്റ്റ് ഉപകാരപ്പെടും. ഗ്രീസ് ക്യാമ്പർ, ഇതാണ് സംഭവം. ഇവിടെയാണ് നമുക്ക് വരേണ്ടത്. ഇതാണ് ആ മെയിൻ ഹൈവേ. അവിടുന്ന് ഇങ്ങോട്ട് കയറി വരണം. അവിടെ ബോട്ടൊക്കെ ക്യാരി ചെയ്യാനുള്ള ബോട്ടിംഗ് സംവിധാനവും അങ്ങനെ സംഭവമൊക്കെ ഉണ്ട്. ഇനി ഒരു 10-100 വണ്ടി ഇവിടെ ഉണ്ടാവും. നിങ്ങൾ നേരെ ഫ്രണ്ടിലേക്ക് നോക്കി ഓരോന്നായിട്ട് ഞാൻ കാണിച്ചു തരാം. അതായത് ഇത് കണ്ടോ, ഇവിടെ നിങ്ങനെ നോക്കാൻ ഒരു 100 വണ്ടി. ഇത് പഴയ മേഴ്സിഡീസ് ആട്ടോ, പഴയ മേഴ്സിഡീസ്. അതായത് നമ്മുടെ നാട്ടിലെ 407 പോലെയുള്ള സാധനം. നോക്കിയേ, ഈ ഡെൻമാർക്ക് ആണോ ഏതാണെന്ന് കറക്റ്റ് ആയിട്ടല്ല, കഴിഞ്ഞ ദിവസം പറഞ്ഞതിന് ക്ഷീണം മാറിയിട്ടില്ല. ഇതാണ് സാധനം. ഇതിന്റെ ഉള്ളിൽ ഭയങ്കര ഫെസിലിറ്റി സംഭവമൊക്കെ ഉള്ളതാണ്. ഇനി ഇത് കണ്ടോ, 917 ഇവിടെ എയർപോർട്ട് തൊട്ടടുത്താട്ടോ. അതുകൊണ്ടാണ് ഇത് എടുക്കാനുള്ള മെയിൻ കാരണം. പുള്ളിക്കാരൻ ഞങ്ങളെ കൊണ്ടുവിടാന്ന് പറഞ്ഞിട്ടുണ്ട് ഏതൻസ് എയർപോർട്ടിൽ. വലിയ ഫ്ലൈറ്റിലാണ് പോകുന്നത് അല്ലേ. ഏറ്റവും വലിയ ടിക്കറ്റ്. ആദ്യമായിട്ടാണ് ഇത്രയും വലിയ ടിക്കറ്റും ഫുഡും ഒക്കെ ഞങ്ങൾ എടുക്കുന്നത്. ഇത് കണ്ടോ, ഇത് റെനോൾട്ടിന്റെ പഴയ ഒരു ട്രക്കാണ്. താമസം ഉണ്ട് കേട്ടോ. ഇല്ലല്ലോ. ഉണ്ടോ? അല്ലെങ്കിൽ തുറന്നു വിടുമല്ലോ. തുറന്നു വിടുമല്ലോ. ഇത് കണ്ടോടാ, ഇത് കണ്ടോ, ബെൻസിന്റെ ഒരെണ്ണം. ഇത് ബെൻസിന്റെ പഴയ വണ്ടിയാണ്. പലതും ഇങ്ങനെ കൺജസ്റ്റ്
കൺജസ്റ്റഡ് ആയിട്ട് കിടക്കുന്നുണ്ട് പാളം. ഇതൊക്കെ ലോങ് ആയിട്ട് ഇട്ടാക്കുന്നത്. ഇതിലൊക്കെ രാത്രി വരണം, മത്തി അടുക്കിട്ടോ വണ്ടി കിടക്കുന്നത്. ഇത് കണ്ടോ, ഇതിന്റെ ഇടയിൽ കൂടെ പോകാൻ സ്ഥലമില്ല. ഇത് കണ്ടോ, പഴയ വേറൊരു ക്യാമ്പർ കിടക്കുന്നത്. ഇതൊക്കെ പഴയ സാധനങ്ങളാട്ടോ, വളരെ പഴക്കമുള്ളതാണ്. ഇതൊക്കെ ഒരു നിസ്സാര കാശ്, ഒരു 6-7 ലക്ഷം രൂപയ്ക്ക് കിട്ടും കേട്ടോ. ഈ ക്യാമ്പറൊക്കെ ഇവിടെ ഒരു 6-7 ലക്ഷം രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഈ സാധനം കിട്ടും. ഞങ്ങളെ നിങ്ങളോട് പറയാൻ മറന്നുപോയി, ഞങ്ങൾ മറ്റേ ബേക്കി ടോയ് ചെയ്യുന്ന ക്യാമ്പറില്ലേ, അതൊരെണ്ണം മേടിക്കാൻ. നമ്മുടെ ബെൻസ് അല്ലല്ലോ, പിന്നെ ഞങ്ങൾ ബേക്കി ടോയ് ചെയ്യുന്ന ഒരു ക്യാമ്പർ മേടിക്കാൻ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ അതിന് രജിസ്ട്രേഷൻ വേണം, അത് തലവേദനയാണ്. നമ്മുടെ നാട്ടിൽ രജിസ്ട്രേഷൻ കിട്ടൂല. ഇവിടെ പിന്നെ നമ്മള് ഇവിടെ സിറ്റിസൺ അല്ല, നമുക്ക് ഒട്ടും കിട്ടും. ഇതിന്റെ ഇടയിൽ കൂടെ പോയി കഴിഞ്ഞാൽ വേറൊരു സാധനം കാണിച്ചു തരാം. ഇതൊരു ബെൻസാട്ടോ. ഇത് കണ്ടോ മിസ്തിബുഷിയുടെ ഒരു ക്യാമ്പർ. ഗൈസ്, ഇവിടെ ചൈനീസ് വണ്ടികളും കണ്ടമാനമുണ്ട്. ഏറ്റവും കൂടുതൽ ചൈനീസ് വണ്ടികൾ, ഏറ്റവും കുറവ് വരുന്ന ഇന്ത്യൻ വണ്ടികളാണ്. ഈ ക്യാമ്പർമാനിൽ ഏറ്റവും ആദ്യമായിട്ട് വരുന്ന ഇന്ത്യൻ വാഹനമാണ് ഞങ്ങളുടെ ഫസ്റ്റ് ഇന്ത്യൻ ക്യാമ്പർ. ഇനി ഇതാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ക്യാമ്പർ കേട്ടോ. അതായത് ഈ ടൈപ്പ് അല്ല, ഇത് ഫിയറ്റിന്റെ ക്യാമ്പറാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ക്യാമ്പറാണ്. 30 ലക്ഷം രൂപയ്ക്ക് ഈ സാധനങ്ങൾ കിട്ടും. കിടിലം വണ്ടി, ഭയങ്കര ഫെസിലിറ്റി ഒക്കെ ഉള്ള വണ്ടി. 30 ലക്ഷം രൂപയ്ക്ക് വണ്ടി മാത്രമേ കിട്ടുള്ളൂ. അകത്തെ ബാറ്ററി എല്ലാ സാധനം നമ്മൾ വാങ്ങി. അല്ലല്ല, മൊത്തത്തോടു കൂടിയാ ഞാൻ നോക്കി ഇന്ന്. ആണോ? മൊത്തത്തോടു കൂടി ഞാൻ ഓൺലൈനിൽ നോക്കി. അങ്ങനെ പറഞ്ഞു. ഇതുണ്ട്, ഇത് അമേരിക്കൻ ടൈപ്പ് ക്യാമ്പർ കേട്ടോ. പക്ഷെ വേറെ കാര്യമുണ്ട്, നമ്മുടെ അവിടെ ഒരു വണ്ടി എടുത്തിട്ട് കെട്ടി വരുമ്പോഴത്തേന് 20 ലക്ഷം രൂപ, 37 ലക്ഷം രൂപ അർബാനയ്ക്ക്. ഇതുണ്ട്, അടുത്തുണ്ട് ഈ ഫോർഡിന്റെ ഈ സാധനം കണ്ടു. ഇതെല്ലാം അമേരിക്കൻ ക്യാമ്പേഴ്സ് ആട്ടോ. ഇത് ഫുൾ അമേരിക്കൻ ക്യാമ്പറുകളാണ്. അമേരിക്കൻ. ഇത് ജർമ്മൻ വണ്ടിയാ. ഇത് മറ്റേ ഇതല്ലേടാ, മറ്റേ പെസാറ്റ് അല്ലല്ലോ. ഇതിന്റെ പേര്, ഈ കമ്പനിയുടെ പേര് ഞാൻ പറഞ്ഞു, സിട്രോൺ. ഇത് നമ്മുടെ നാട്ടിൽ ഇറങ്ങിയിട്ട് വണ്ടി എടുത്തിട്ട് സിട്രോ ആയതാ കുറെ പേര്. അതെ, ആ കമ്പനി അല്ലേ ഇത്? അതെ, സിട്രോണിന്റെ ക്യാരറാണ് ഇത്. ഡിഫൻഡർ, ഇത് സ്വിറ്റ്സർലൻഡ് വണ്ടിയാണ്. ഇതുണ്ടോ, ഇതൊക്കെ ആൾക്കാർ ഇതിന്റെ മേളിൽ ടെന്റ് അടിച്ച് യാത്ര ചെയ്യുന്ന സംഭവമാണ്. ഇത് എനിക്ക് അറിയത്തില്ല ഏത് രാജ്യത്തിന്റെയാണ്. ഇത് കണ്ടോ, ഇത് ട്രാൻസിറ്റ്. ഇത് ഏതാ നമ്പർ പ്ലേറ്റ് എന്ന്, GB എവിടെയാണെന്ന് എനിക്ക് അറിയത്തില്ല. ഇത് കണ്ടോ, ഇത് ഫോർഡ്. ഇവിടുത്തെ ഏറ്റവും ഐക്കോണിക്കൽ മുതൽ ഇവനാണ്, ബെൻസിന്റെ. ഇത് ഒരു 1.5 സാധനം കേട്ടോ. ഫയർ സ്റ്റേഷൻ ആണ് ഇത്. ശരിക്കും ഫയർ സ്റ്റേഷൻ ആയിരുന്നു. അപ്പൊ അതിനെ ഈ രീതിയിലേക്ക് ക്യാമ്പർ ആക്കിയവര് സെറ്റപ്പ് ആക്കി എടുത്താക്കുന്ന സാധനമാണ്. ഇതുകൊണ്ട് വലിയ അസാമാന്യ ടയറും ചാക്ക മാങ്ങ ക്യാമ്പർവാൻ ആക്കാൻ പറ്റിയ കിട്ടുന്ന സാധനം ഇന്ത്യയിലുണ്ട്. BSFന്റെ മറ്റേ സാധനം കവചിത വാഹനം, മറ്റേ സാധനം അതോടെ കിട്ടിലും ക്യാമ്പർ ആക്കാം. 4x4 എല്ലാ സാധനം ഉണ്ട്. വലുതാട്ടോ, 17 സൈസും ഈ സാധനം. 17 എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇതിന്റെ സഫാരിയുടെ ടയറിന്റെ എത്ര വരും? 225, 75, 16 സഫാരിയുടെ ടയർ. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള വണ്ടിയാണ്. എനിക്ക് ബെൻസ് സ്പ്ലെൻഡർ ഇഷ്ടം. ഞങ്ങൾക്ക് കാശ് ഉണ്ടെങ്കിൽ ഞങ്ങൾ മേടിക്കണം എപ്പോഴും പ്ലാൻ ചെയ്യുന്നത് ഇതേ ഈ ഫിയറ്റിന്റെ ഈ ക്യാമറമാൻ ആണ്. കാരണം അത് അത്രയ്ക്കും ബ്യൂട്ടിഫുൾ ആണ്, നല്ല ക്യൂട്ടാണ്, പിന്നെ എക്സ്പെൻസീവ് അല്ല. ഇതിലെ വരണ്ട, അതിലെ തന്നെ പോകും. പക്ഷെ ഇതെന്താ സംഭവം? ഇവിടെയുള്ള എല്ലാവരും ഇതെല്ലാം മോട്ടോർ സൈക്കിൾ. ഇതാണ് നമ്മൾ കഴിഞ്ഞ വർഷം തുർക്കിന്ന് ചോദിച്ചത്. നിങ്ങളുടെ മോട്ടോർ സൈക്കിൾ ഉണ്ടോ? ഇതിനും രജിസ്ട്രേഷൻ വേണം. അതാണ് സംഭവം കേട്ടോ. ഇത് കണ്ടോ, ഇവിടെ ഇങ്ങനെ നടക്കണം. അടുത്ത ഇഷ്ടം പോലെ ക്യാമ്പേഴ്സ് ആട്ടോ, ഇഷ്ടം പോലെ. 1-2 ഇവിടെ. ഇത് വലിയ സംസ്കാരം. ഇങ്ങനത്തെ ഒരു വണ്ടി ഉണ്ട് ബെൻസിന്റെ. ഇത് കണ്ടോ, വോക്സ് വാഗന്റെ വേറൊരു സാധനം കണ്ടോ, ഫിൻലാൻഡ് വണ്ടി കേട്ടോ. ഒരു ക്യാമ്പർ. ഇതൊക്കെയായിരുന്നു ആദ്യത്തെ ക്യാമ്പർ. ഇത് ശരിക്കും ഹിപ്പി സ്റ്റൈലിൽ നിന്നാണ് ഈ സാധനമൊക്കെ ഉദിച്ചത്. ക്യാമ്പർ എന്ന് വെച്ചാൽ എന്താ സംഭവം? പണ്ട് കാലത്ത് ആൾക്കാർക്ക് വീട് എടുക്കാൻ പൈസ ഉണ്ടാവില്ല. ഇത് അടുത്ത ഫ്ലൈറ്റ് പോകുന്ന ലിബി എന്താ ബുദ്ധി വരുന്ന. പണ്ട് കാലത്ത് വീട്ടിൽ നിന്ന് ആൾക്ക് മറ്റേ വീട്ടെടുക്കാനും പിന്നെ ചെലവൊന്നും താങ്ങാൻ പറ്റൂല. അങ്ങനെ വരുന്നത് വണ്ടി എടുത്ത് പലയിടത്ത് താമസിച്ച് രാജ്യങ്ങളില് വണ്ടി മേടിക്കുന്നതാണ് ഏറ്റവും എക്സ്പെൻസീവ്. വീട് മേടിക്കൽ എക്സ്പെൻസീവ്. ഹിപ്പി ലൈഫ് എന്ന് വെച്ചാൽ നാടോടികളായിരുന്നു. ഇന്നത് മോഡേൺ ലൈഫിലേക്ക് വന്നപ്പോൾ അത് വാൻ ലൈഫ്. ഇപ്പൊ എല്ലാ യൂറോപ്യനും അതേപോലെ നടക്കുന്നു. സംഭവം. പിന്നെ നീ ഒരു കാഴ്ച ഉണ്ടോ, പഴയ ജീവാനെ? അല്ല, ഇത് നീ കണ്ടോ, ഇതൊരു പിന്നെ വിറ്റോ ഞാൻ തോന്നുന്നുണ്ട് ബെൻസിന്റെ. ഈ റൂഫ് പൊക്കിയിട്ട് കിടക്കാൻ പറ്റിയ ടൈപ്പുള്ള സാധനം. നമ്മുടെ നാട്ടിലെ ഏറ്റവും പൈസക്കാരുടെ ഇതാണ് ഇതാണ് ഞങ്ങൾ മേടിക്കാൻ പ്ലാൻ ചെയ്ത വണ്ടി കേട്ടോ. ഇതിന്റെ ചെറുത്. പക്ഷെ ഇതിന്റെ രജിസ്ട്രേഷൻ വേണമെന്നാണ് അന്വേഷണം പറഞ്ഞത്. എത്ര $? $5,000-6,000 വേണം. പക്ഷെ നമുക്ക് ഇവിടെ നമുക്ക് റെസിഡൻഷ്യൽ വിസ വേണം, അല്ലെ നമുക്ക് ഇവിടെ പ്രോപ്പർ വിസ വേണം. ഇത് രണ്ടും നമുക്ക് ഇല്ലാത്ത ഞങ്ങളുടെ. അല്ല, ഇത് മറ്റേ സാധനം കേട്ടോ, സിട്രോണ. ഈ സിട്രോണും ഫിയറ്റും ഏകദേശം ഒരേപോലെ. ഇതൊരു ട്രാൻസിറ്റ് ഇരിക്കുന്നു. ഇത് ട്രാൻസിറ്റ് ഒരു അസഹനീയമായ വാഹനം കേട്ടോ. ഗൈസ്, ഇതൊക്കെ നിങ്ങൾക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നും എന്ന് വിചാരിച്ചാണ് ഞങ്ങൾ ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം നമ്മളൊന്നും ഇത്രയും ക്യാമറമാൻ അടുപ്പിച്ച ഒരു സ്ഥലത്ത് കാണത്തില്ല. അപ്പൊ നിങ്ങൾക്ക് പല പല ഐഡിയകളൊക്കെ ലോറിന്റെ അത് ക്യാരവാൻ കിട്ടിയേക്കുന്നത്. ലോറിന്റെ അകത്ത് എന്തേ ഗൈസ്, ഇൻസുലേറ്റർ ലോറിക്കകത്ത് ക്യാമ്പർ മാന്റെ. ഇത് അല്ലടാ, അല്ല ഇത് വെറും കാർ, ഇത് ലോറി മാത്രം. ഇതൊരു അസഹനീയമായ സാധനമാണ്. ഇതാണ് നമ്മുടെ വണ്ടി. അതായത് ഇതാണ് പിന്നെ ഇത് ശരിക്കും പറഞ്ഞാൽ ടെമ്പോയുടെ ഡിസൈൻ ആണ്. ഒരു 400 ഒക്കെ ലുക്ക് നിങ്ങൾക്ക് എവിടെന്നൊക്കെ നോക്കാൻ കാണും. ഇത് ഡി എവിടെയാ, ഡി ഏതാ എന്ന് കറക്റ്റ് അറിയത്തില്ല. ഡി ആണ്. ഇതുണ്ടോ, ഇവൻ ഈ കോണ്ടിനെന്റൽ ടയർ തന്നെ ഇടാൻ എത്ര രൂപ വേണം? ടയറിന് മാത്രം. ഇത് ഏത് ക്ലൈമറ്റിലും ഏത് സാഹചര്യത്തിലും കേറിപ്പോ. എന്നാ പൊക്കോനെ വണ്ടിക്ക്. അസാമാന്യ വാഹനം. നോക്കിയേ, ഇതിന്റെ ബേക്കൊക്കെ നോക്കിയാൽ നല്ല കിടിലൻ സാധനം. ഇത് എന്തോരം ഫ്ലൈറ്റ് ആവുന്നത്.
പ്രൈവറ്റ് ജെറ്റ് ഇറങ്ങാൻ പോവാ. പ്രൈവറ്റ് ജെറ്റ് അത് മേടിക്കണ്ടേ നമുക്ക് ഒരെണ്ണം? മേടിക്കണം. ഈ വാൻ ലൈഫും ബസ് ലൈഫും ഒക്കെ നിർത്തിട്ട് ഇനി ഒരു ഫ്ലൈറ്റ് ലൈഫ് നടത്തണ്ടേ? പിന്നെ സ്വന്തം വണ്ടി ഓടിക്കാനും പഠിക്കണം. അതെ, അല്ലെ നമ്മൾ മറ്റവർക്ക് കാശ് കൊടുക്കേണ്ടി വരും. പണിയുമ്പോ എന്ത് ചെയ്യും? ഇത് ബെൻസിന്റെ 11-13 കേട്ടോ. അല്ലടാ 13 പഴയ ടാറ്റ SC പോലത്തെ സാധനം. പഴയത് കറക്റ്റാ. ഇനി വേറൊരു കേസ് ഞാൻ പറഞ്ഞുതരാം. അതായത് പിന്നെ ഇവിടെ നിന്ന് ഇങ്ങോട്ട് പോകാൻ നേരത്ത് ഇത് ഒന്നേലൊന്നും തീർന്ന് നിങ്ങൾ വിചാരിക്കുക വേണ്ട. ഞങ്ങളോട് പറഞ്ഞു നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് നിങ്ങൾ വാഹനം ഇട്ടോളാം, ഇനി നാളെ മാറ്റിക്കുമെന്ന് ഞങ്ങൾക്ക് അറിയത്തില്ല. അടിപ്പിലെടുത്തോ വണ്ടി? ഇല്ല, നേരത്തെ ഇവിടെ തന്നെ കിടന്ന ഇതൊരു പഴയ ക്യാമറ കേട്ടോ. എനിക്ക് തോന്നുന്നു 2000 മോഡൽ ക്യാമറ. ഇതാ സൈഡിൽ കിടന്ന ക്യാമറടാ. അല്ല, അതേടാ. അല്ലല്ലേ? അല്ല ഗൈസ്, ഇതൊരു പഴയ മോഡൽ ക്യാമറ കേട്ടോ. ഇതിന്റെ അകത്ത് എത്ര 3 ബെഡ്റൂമോ? ഫിയറ്റ് തന്നെ 4 ബെഡ്റൂം അങ്ങനെ ഉള്ള അല്ലടാ. ഗൈസ് 4 ബെഡ്റൂമോ 3 ബെഡ്റൂം അങ്ങനെയുള്ള സാധനമാണ്. ഇങ്ങനത്തെ സാധനത്തോടെ എനിക്ക് ക്യാമറ കൊള്ളൂല, നമ്മളെ പോലെയുള്ള ആളുകൾ കൊള്ളൂല, അടിച്ച് പൊളിഞ്ഞു പോകും. റെഫ്യൂസിന് പറ്റിയ വണ്ടിയല്ല ഇത് പഴയ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് അറിയത്തില്ല കേട്ടോ ഈ വണ്ടി ഏതാന്നുള്ളത്. ഇതാട്ടോ ഓണർ. ബെൻസിന്റെ വണ്ടിയാണ്. പുള്ളി പുറത്തോട്ട് വന്നില്ലല്ലോ. ഇനി ഈ സാധനം നമ്മൾ കണ്ടില്ലേ? ഇനി ഇങ്ങനെ സൈഡിൽ നിന്ന് തുടങ്ങാം. ഇത് കണ്ടോ, ഇതൊരു ക്യാമ്പർ, ഇതൊരു സിട്രോണിന്റെ ക്യാമ്പർ. ഇത് നമ്മുടെ അവിടുത്തെ ഡസ്റ്റർ ഇല്ലേ, ആ സാധനം ഇവിടെ ഇങ്ങനെ ഇറങ്ങുന്നത്. ഇത് വോക്സ്വാഗന്റെ ആണ്. ഇത് വോക്സ്വാഗന്റെ മേളിൽ റൂഫും സംഭവമൊക്കെ ഉള്ള ഒരു പ്രത്യേക രീതിയിലുള്ള സംഭവങ്ങൾ. ഇതിനകത്തൊക്കെ പലതിന്റെ അകത്തും താമസം ഉണ്ടാവും. അപ്പൊ ഓവർ അങ്ങോട്ട് ചെന്ന് പക്ഷെ ഇവർക്ക് നമ്മുടെ നാട്ടിലത്തെ പോലെ ആൾക്കാർക്ക് ഉള്ളിൽ കയറി കാണുന്നത് അതൊന്നും ഇഷ്ടമല്ലേ. ഇവർക്ക് പ്രൈവസി പറയാം എന്നാ പാടെ അല്ലേ? ഇത് ഫോർഡിന്റെ ബെൻസിന്റെ ഒരു കിടിലൻ സാധനം. നോക്കിയേ, ഈ സാധനം തന്നെയാണ്. അത് ഇച്ചിരി പണിതെടുത്തൊന്നേ ഉള്ളൂ. അല്ലല്ല, അതിന് ഫ്രണ്ട് കൂടുതലാ. ഇതൊരു ബെൻസിന്റെ പാച്ച്. എന്റെ അമ്മോ, കൊട്ടണ്ട ആളുടെ പണി സ്ട്രോങ് ആടാ. ഇതിങ്ങനെ ഇത് കുറെ ആയി നിർത്തിയിട്ടിട്ട് കേട്ടോ. വീല് കണ്ടില്ലേ? ഇതൊന്നും കൊണ്ടുവന്നതിന് പേടിക്കേ വേണ്ടാ. കാരണം എന്നാന്ന് വെച്ചാൽ പാച്ച് കയറി. എന്നാന്നറിയാവോ? പേടിക്കാന്ന് പറയാൻ കാരണം എന്നാന്നറിയാവോ? ഇത് ഫുള്ള് മെക്കാനിക്കലാ. നമ്മുടെ വണ്ടി പോലെ മാനുവലാണ്. ഫ്ലൈറ്റാ പോകുന്നത്. തന്നെ ഓടിപ്പോക്കും. നമുക്ക് എത്ര മണിക്കാ ഫ്ലൈറ്റ്? 30 തീയതി. നമുക്ക് ശരിക്കും 2:30 11 മണിയെങ്കിലും എത്തണം. 11 മണിക്ക് ഓൺലൈൻ ചെക്കിങ് ചെയ്യാൻ മറക്കണേ. ഇത് കണ്ടോ, ഇതിങ്ങനെ ഇതും ബേക്ക് വലിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ ഉണ്ടല്ലോ അതിന്. സംഭവം ഇതിങ്ങനെ സൈക്കിളൊക്കെ ടോയുള്ള സംഭവം. സോളാർ അതിന്റെ സംവിധാനം. ഇതേ വേറെ ഒന്നും കണ്ടോടാ. എനിക്ക് ഇങ്ങനത്തെ ടൈപ്പ് വാഹനങ്ങളോട് ഒട്ടും ഇഷ്ടമില്ല കേട്ടോ. അവിടെ നമുക്ക് ഇങ്ങനത്തെ സൈക്കിളിന്റെ റാക്ക് മേടിച്ചാലോ? വേണ്ട, ഇനി എവിടെ കൊണ്ട് വെക്കും? ബേക്ക് 2 ടയറും ഇല്ലേ, അതാണ് പ്രശ്നം. ഇവിടെ സൈക്കിൾ മോഷൻ യൂറോപ്പിൽ കൂടുതലാണെന്ന് പറയപ്പെടുന്നു. നമുക്കറിയില്ല, ഇഷ്ടം പോലെ ഞാൻ പറയപ്പെട്ട് കേട്ടിട്ടുണ്ട്. നിനക്കോ? ഇതിന്റെ ഒക്കെ ഉള്ളിലെ സംവിധാനങ്ങളൊക്കെ എന്ത് നമ്മളെക്കാളും കഷ്ടം ടയറാണല്ലോ ഇതിനകത്ത് കിടക്കുന്നത്. അത് നോക്കണ്ട, അതൊക്കെ അവര് മാറ്റുമായിരിക്കും അല്ലേ? ചിലപ്പം ഇവർ ഇട്ടിട്ട് പോകുന്ന കാരണം പഴയ ടയർ എടുത്തിട്ടായിരിക്കും. നമ്മളെ പോലെ അരവയർ മുറുക്കി പിടിച്ച് യാത്ര ചെയ്യുന്നവരല്ലല്ലോ ഇവര്. ഇത് കണ്ടോ, നല്ല സൂപ്പർ സാധനം. ഇനി അടുത്ത ഇത് ഞാൻ കാണിച്ചല്ലോ ലിബി. ഏതാ? ഇത് നമ്മൾ കാണിച്ചല്ലോ. ഇത് അവിടെയൊക്കെ കിടപ്പുണ്ട് കേട്ടോ. ഇത് അവിടെ കിടക്കുന്നു. അത് ക്യാമറ. നമ്മുടെ നാട്ടില് ടാറ്റയുടെ എയ്സ് കിടക്കുന്ന പോലെ അല്ല, ടാറ്റ സുമോ കിടക്കുന്ന പോലെ ഇവിടെ ക്യാമറ. ബസ് സ്റ്റാൻഡിൽ ഓട്ടോ കിടക്കുന്ന പോലെ അല്ലെ, ബസ് സ്റ്റാൻഡിൽ ബസ് കിടക്കുന്ന പോലെ ക്യാമറ വാങ്ങി കിടക്കുന്നത്. ഇത് പ്രോട്ടോൺ അല്ലേ? അല്ല, മലേഷ്യ. നോക്കൂ. ഇനി ഇതടാ 450 SL തന്നെ. SL എന്ന് വെച്ചാല് മറ്റേ സ്പോർട്സ് വണ്ടി. അതായത് പണ്ടത്തെ. ഇനി ഒരു സൂപ്പർ ഒരു സാധനം ഞങ്ങളോട് വന്നിട്ടേ. ഇവിടെ രാവിലെ ഇവിടെ ആരും ഉണ്ടാവില്ല. ഇവിടെ CCTV ഉണ്ടാവും. നമുക്ക് എപ്പോഴും കയറി വരാം. പിന്നെ ലോക്കൊക്കെ പറഞ്ഞു തരും. അങ്ങനെ പേടിക്കാനൊന്നും ഇല്ലെന്ന് തോന്നുന്നു. അതുകൊണ്ടായിരിക്കും അങ്ങനെ. അപ്പം ഒരു പുള്ളി ഞങ്ങളോട് ചോദിച്ചു എവിടെ ഇതിന്റെ ആളെന്ന്. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ തന്നെ ആള്, എന്നോടെല്ലാം പറഞ്ഞോളെ. ലാസ്റ്റ് ഞാൻ ഇതിന്റെ വഴി കാണിച്ചു. അതിന്റെ ആൾ ഇതാട്ടോ. അങ്ങ് ഇത് കണ്ടോ, ഇങ്ങോട്ട് വാ. ഈ കാണുന്ന ഒരു പഴയ ജീവാഗനാട്ടോ. ജീവാഗൻ. ഇതുണ്ടോ, ഒരു പഴയ ജീവാഗൻ എന്ന് വെച്ചാൽ പഴയ ജീവാഗൻ. ഇതുണ്ടോ, ഇത് ഡി എവിടെയാ? ജർമ്മനിയാണോ? അല്ല, ജർമ്മനി ആയിരിക്കും. ഗൈസ് ഇതുണ്ട് ഒരു പഴയ ജീവാഗൻ. ഇനി നമ്മൾ ഇതിന്റെ അകത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇതൊരു വലിയ കൾച്ചറാണ് ഇവിടെ. വലിയ കൾച്ചർ എന്ന് വെച്ചാൽ ഇതാണ് ഇവനെ നേരത്തെ കണ്ട പോലത്തെ ബെൻസിന്റെ മേളിൽ കിടക്കുന്നത്. ഇവിടെ ഏറ്റവും പാവപ്പെട്ടവരുടെ വണ്ടി, നമ്മുടെ നാട്ടിൽ പൈസ ഐക്കോണിക് ആയിട്ട് നിൽക്കുന്ന നമ്മുടെ വണ്ടി ആട്ടോ. വെരി ബ്യൂട്ടിഫുൾ ആൻഡ് ഫണ്ടാസ്റ്റിക്. ചേച്ചി പറഞ്ഞത് സംഭവം സ്റ്റിക്കർ അടിച്ചും കളർ അടിച്ച വണ്ടി ഇവിടെ ഇല്ല. ഇത് ഞാൻ ആദ്യമായിട്ട് കാണാണേ. അതായത് ഇങ്ങനെ ടയറും ബേക്കിൽ 2 വീലായിട്ട് വലിയ ക്യാമ്പർ. അല്ലെങ്കിൽ ക്യാമ്പർ ഒടിഞ്ഞു വീഴുവനെ. ഇതൊരു വലിയ ഫാമിലിക്ക് വേണ്ടിയുള്ള ക്യാമ്പർ കേട്ടോ. 1 കോടി കൊടുക്കേണ്ടി വരും. അത്രയും വരും. ഇതൊക്കെ എന്നാ പറഞ്ഞാൽ 30 കിലോമീറ്റർ സ്പീഡിലൊക്കെ ഓടിക്കാൻ പറ്റുള്ളൂ. 30, 40, 60. ഇത് കണ്ടോ ഒരു വേറെ ഒരെണ്ണം. കാറ്റ് നോക്കിയാൽ നിങ്ങൾ പറഞ്ഞാൽ വിശ്വസിക്കൂല കേട്ടോ. നമുക്കത് ഇവിടെ നിന്നാലേ അതിനെ ഫീൽ ചെയ്യുള്ളൂ. ഇപ്പൊ ഇച്ചിരി വെയിലായതുകൊണ്ട് രക്ഷപ്പെട്ടു. വൈകിട്ടെങ്ങാനും ഇങ്ങോട്ട് ഇറങ്ങി കഴിഞ്ഞാൽ തണുത്ത് വിറയ്ക്ക് മൈനസ് ആവും. ഇത് കണ്ടോ, ഇതൊരു ഫിയറ്റിന്റെ. ഇതാണ് ഞങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള വണ്ടി. വാങ്ങണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നതും നോക്കുന്നത്. ഇത് ഭയങ്കര സെറ്റപ്പ് ആട്ടോ. ഇതിനില്ലാത്ത ഫെസിലിറ്റികൾ. ഇത് ദുബായിൽ നിന്ന് ഞങ്ങളൊന്ന് എടുക്കാൻ വേണ്ടി നോക്കിയതാ. റെസിഡൻസ് ഫീസ് ഒക്കെ എടുത്തിട്ട് നമ്മൾ എടുക്കാൻ വേണ്ടി. പക്ഷെ അവിടെ 1 കോടി രൂപ വിലയത്. അത് ഇതല്ല, സ്പ്ലെൻഡറിന്റെ വേറെ മോഡൽ. സ്പ്ലെൻഡർ അത് ഇതല്ല. ഫിയറ്റിനാണ് വിലക്കുറവ്. ഏറ്റവും നല്ലതും ഫിയറ്റ് ആണ്. ഇത്രയുള്ള വണ്ടി മതി. ഇത് വലിയത് വേണ്ട. ഇത്രയുള്ള വണ്ടി മതി. ഇത് 30 ലക്ഷം രൂപയ്ക്ക് ഇത് മേടിച്ച് ഓടിക്കാൻ പറ്റുമെങ്കിൽ അമ്മലാവുമല്ല. ഇപ്പൊ നമ്മുടെ നാട്ടിൽ അർബാനിക്ക് എത്ര പൈസ? 34 ലക്ഷം രൂപയാ. 2 സീറ്റ് മാത്രമല്ലേ കിട്ടുള്ളൂ. ഇവിടെ പക്ഷെ ഇത് വേണം. എന്ത് വേണം? ഇവിടെ വിസ റെസിഡൻസി അങ്ങനെ സാധനം വേണം. എന്നാലേ ഇതൊക്കെ മേടിക്കാൻ പറ്റുള്ളൂ. അല്ല പറ്റൂല അല്ലേ? ഇത് കണ്ടോ, അടുത്ത ബെൻസിന്റെ ഒരു സാധനം കണ്ടോ,
കട്ടിയുള്ള സാധനം നോ വലുപ്പം എന്ന് പറയുന്നത്. ഇതിനൊക്കെ ഇത് ബെൻസിന്റെ 58D ഇത് കണ്ടോ മെഴ്സിഡീസ്. ഇത് സിട്രോണോ ഫിയറ്റ് അങ്ങനെ. ഇത് നല്ല രസം കേട്ടോ. ഇത് നല്ല രസമുണ്ട്. ഭയങ്കര സ്റ്റാൻഡേർഡിലുള്ള പരിപാടിയാണ്. ഇതൊക്കെ ഭയങ്കരമായിട്ട് ലോങ് ഇട്ടാക്കുന്ന വണ്ടി കേട്ടോ. ഇതൊക്കെ എനിക്ക് തോന്നുന്നു ഇവരൊക്കെ ജോലിക്കാരാണ്. എനിക്ക് തോന്നുന്നു അടുത്ത ലീവിന് ഇവര് വരും. ഓരോ സ്ഥലത്ത് ഇവർ ഓരോ വണ്ടി ഉണ്ടാവും. നമ്മളിപ്പോ ഇടൂലേ നമ്മുടെ വണ്ടി ഇപ്പൊ യൂറോപ്പ് അങ്ങനെ പറഞ്ഞ പോലെ ഇവര് പറയും ഫിൻലാൻഡ്, നോർവേ അങ്ങനെ ഇങ്ങനെ പറഞ്ഞ വണ്ടി അങ്ങനെ ഇട്ടു. കൈസിന് ഞാൻ കാണിച്ചത് ഇതൊരു ചെറിയ ടെന്റ് പോലെ സംഭവം. ഇവിടെ സൈക്കിൾ ഉണ്ട്, ഇവിടെ ഇരിക്കാം വലിക്കാം. പിന്നെ അതേപോലെ ഇവിടെ തുണി അലക്കിയിടാം. വാഷിംഗ് മെഷീൻ ഉണ്ടോ? വാഷിംഗ് മെഷീൻ അതിന് പൈസ കൊടുക്കണം അതിന്റെ ഉള്ളിലാണ്. നീ ചോദിച്ചോ? അങ്ങനെയെങ്കിൽ നമുക്ക് പാൻറ് മേടിക്കേണ്ട കാര്യമില്ല. എന്നാ വാഷിംഗ് മെഷീൻ നമുക്ക് അലക്കാം. ചോദിക്കാം എവിടെയാണ്, എനിക്ക് എവിടെയാന്ന് അറിയില്ല. ചോദിക്കാവോ? നമ്മുടെ 2 ജീൻസ് പാൻറ് അലക്കാം. ഒന്നും മേടിക്കണ്ട. ഗൈസ് ഇതാണ് ഇവിടുത്തെ ബാത്റൂം. റൂമുണ്ട് കേട്ടാ, റൂമുണ്ട്. ഗൈസ് ഇത് കണ്ടോ, ഇതാണ് ഇവിടുത്തെ ബാത്റൂം. ഇവിടെ നമുക്ക് മൂത്രം ഒഴിക്കാം, അപ്പിയിടാം, കണ്ണടച്ചിങ്ങ് ഇരിക്കാം. പുതിയ ആള് വന്നല്ലോ. ടാങ്ക് കേട്ടോ. പുതിയ ആള് വന്നല്ലോ. വന്നോ? 2 ബാത്റൂം ഇവിടെയുണ്ട്. ഏതാ ഇതല്ലേ? എവിടെയാടാ? എവിടെ വന്നിട്ടുണ്ട് ഗൈസ് ഇഷ്ടം പോലെ. അതായത് ഞങ്ങൾ വിളിച്ചപ്പോൾ തന്നെ പറഞ്ഞത് അയാൾക്ക് ഒന്നാമത് ഇവിടുത്തെ എൻക്വയറി കൊണ്ട് രക്ഷയില്ല. കാരണം ഇവിടുത്തെ ഏറ്റവും ചീപ്പും ഏറ്റവും ബെസ്റ്റും നല്ല കിടിലും പ്രൈസ് ഇയാളെ കൊടുക്കുന്നത്. ഒരു രക്ഷയില്ല. എത്ര ദിവസം പറയണോ? മലേഷ്യയില് ഷിപ്പ് ചെയ്യുന്ന എത്ര പൈസ? വലിയ പൈസയായി ഷിപ്പ് ചെയ്യാൻ നേരത്ത് വണ്ടി ഇട്ടേന്. ഈ യൂറോപ്പ് എന്ന് പറഞ്ഞ രാജ്യത്ത് കിട്ടുമെന്ന് ഭാഗ്യം. നമ്മൾ ഈ വണ്ടി ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്തിട്ടാക്കുന്നത് എന്തിനാണെന്നറിയാവോ? നമുക്ക് വട്ടറുള്ളതുകൊണ്ടല്ല, അത് ഇലക്ട്രിസിറ്റി കയറ്റാൻ വേണ്ടി കേട്ടോ. ഇത് കണ്ടോ, ഇതെനിക്ക് അങ്ങോട്ട് പിടിച്ചില്ല കേട്ടോ, അംഗീകരിക്കാൻ പറ്റുന്നില്ല. അല്ലടാ, 2000 മോഡലൊക്കെ ആയിരിക്കും. വലിയ ഗുണമൊന്നുമില്ല. ഞങ്ങൾ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല. എവിടെയെങ്കിലും പോയി ഭക്ഷണമൊക്കെ കഴിക്കണം. അതിനുള്ള സ്ഥലം എവിടെയാന്നൊക്കെ കണ്ടുപിടിക്കണം. പിന്നെ ഇതാണ് ഇതിന്റെ സംഭവം. ഇത് റെനോൾട്ട്. ഇത് സാധാ വണ്ടിയാണ്. ഇത് ക്യാമറയായിട്ട് ഇവര് കൺവേർട്ട് ചെയ്താക്കുന്ന വണ്ടിയാണ്, സാധാ വണ്ടി. ഗൈസ് ഇന്ന് ഇവിടെ തന്നെ കിടക്കും. എന്നിട്ട് നാളത്തെ പരിപാടി ഞാൻ പറഞ്ഞല്ലോ, നാളത്തെ പരിപാടികൾ ഞാൻ പറയാം. നാളെ നമ്മൾ നേരെ തുണി അലക്കാനുണ്ട്. പിന്നെ അതേപോലെ തന്നെ പെട്ടി പാക്ക് ചെയ്യാനുണ്ട്. വണ്ടിയിൽ ഒരു 90 കിലോ സാധനം കൊണ്ടുപോകാനുണ്ട്. പിന്നെ വണ്ടിയുടെ എല്ലാ കാര്യങ്ങളും നമുക്ക് എന്തൊക്കെയാണ് നാട്ടിൽ നിന്ന് കൊണ്ടുവരേണ്ടത് നോക്കാനുണ്ട്. പിന്നെ അതേപോലെ തന്നെ വണ്ടിയിലെ കുറേ സാധനങ്ങൾ കൊണ്ടുപോകാനുണ്ട്, തിരിച്ചു കൊണ്ടുവരാനുണ്ട്. വേറെ സൂത്രം കാണിച്ചു പിന്നെ പേപ്പർ കൊണ്ടുവരാനുണ്ട്. പിന്നെ പേപ്പറിന്റെ ഓരോ സംഭവങ്ങള്. എന്നാടാ നീ പറഞ്ഞ ഇലക്ട്രിസിറ്റി മീറ്റർ എങ്ങനെ പൈസ വാങ്ങുന്നതെന്ന് ഒരാൾ എത്ര എടുക്കുന്നതെന്നുള്ള യൂണിറ്റ് കാണിക്കുന്നുണ്ടോ? മനസ്സിലായോ? ഇപ്പൊ നമ്മൾ എടുത്തിട്ടില്ല, എന്നാലും ഇവിടെ സാധനം എഴുതി കാണിക്കുന്നുണ്ട്. ഗൈസ് നമുക്കില്ല കേട്ടോ, ബാക്കിയുള്ള വാഹനങ്ങൾക്കുണ്ട്. അത് ഇവർക്ക് ഭയങ്കര ഗുണമാണ് ഈ സാധനം ഉള്ളത്. എല്ലാ സാധനം ഇതുപോലെ ക്യാമ്പർ സൈറ്റ്. ചില ക്യാമ്പർ സൈറ്റ് പറയും 25 യൂറോ നിങ്ങൾക്ക് ഉണ്ടെങ്കിലും ഇല്ലല്ലേ പൈസ തന്നെ മേടിക്കുമെന്ന് പറയും. ആ സമയത്ത് എന്തെങ്കിലും കുത്താനുള്ള സെറ്റപ്പ് കൂടെ നമുക്ക് ഒപ്പിക്കണം. വെറുതെ എവിടെയെങ്കിലും കണ്ടെടുത്ത് കളയാം. ഗൈസ് ലിബിനെ ATM കാർഡ് ഉണ്ട് എന്റെ കയ്യില്. അല്ല എന്റെ കയ്യിലുണ്ടോ? എന്റെ കയ്യിലുണ്ട്. നമുക്ക് എന്തെങ്കിലും കഴിച്ചിട്ട് വരാം. വണ്ടി കൂട്ടുന്നത്. ഗൈസ് നോക്കൂ, എന്റെ കയ്യിൽ താക്കോലും ഉണ്ട്. ഞങ്ങളെ വിശക്കുന്നുണ്ട് നല്ല രീതിയിൽ. ഇന്നലെ രാത്രിയിലൊന്നും കഴിച്ചില്ല, കാരണം ഭയങ്കര ടയേർഡായിരുന്നു. പിന്നെ കിളി മാറിപ്പോയി ഈ സംഭവം പൊട്ടിക്കഴിഞ്ഞപ്പോൾ. അതായത് വണ്ടിയുടെ ആ ഒരു ഡൈനാമിക്സ് ആണ്. ഇത് താത്തിയേരടാ, ഇത് താത്തിയേരെ എത്തിച്ചു വെക്കണേ. അടച്ചോ, വിട്ടോ, കൈ വിട്ടോ. അപ്പൊ ഇന്നലെ ആ ഒരു സംഭവം കാരണം ഉറങ്ങിപ്പോയി കേട്ടോ. കൂട്ടി നോക്കിയോ? ഇതിനൊരു പേര് പറയും കേട്ടോ ഈ സംശയത്തിന്. എനിക്കുണ്ട് പിന്നെ ഈ റോട്ടിൽ പോകുന്ന കല്ല് തൊഴിച്ച് കളയല് കുറച്ച് വട്ടൊക്കെ ഉണ്ട്. എന്താ എന്നാ അറിഞ്ഞോ? ഓക്കെ ആണോ? ബാ, നമ്മള് ഇങ്ങോട്ട് വരാൻ നേരത്തെ നമ്മുടെ വണ്ടി കാണുമ്പോൾ ഇവർക്ക് ഭയങ്കര സന്തോഷവും ഭയങ്കര ഒരു ഇതൊക്കെയാ. ഇത് രാവിലെ പോയ ടീമല്ലേ? അല്ലല്ല, പുതിയ ടീം. നമ്മുടെ വണ്ടി രാവിലെ ഇറങ്ങിപ്പോയ നമ്മുടെ അടുത്ത് ആരും വരൂല. നമ്മളെ വണ്ടി എപ്പോഴും സ്റ്റാർട്ട് ചെയ്തിടുന്നതാണല്ലോ. അവർക്ക് അത് ഇഷ്ടമില്ലാത്ത കേസാണ്. അതെ, നമുക്ക് പുള്ളിയോട് ചോദിക്കാം എവിടുന്ന ഭക്ഷണം കഴിക്കാൻ പറ്റിയ സ്ഥലമുള്ളതെന്ന് ചോദിച്ചാടാ. ഫുഡ് റെസ്റ്റോറന്റ് ഓർ മക്ഡൊണാൾഡ്സ്, KFC. നിനക്ക് ഇത്ര നന്നായിട്ട് പറയാൻ അറിയാലോ, നീ ചോദിച്ചേ. ഇതേ സുസുക്കി കിടക്കുന്നു, വേറെ എന്തൊക്കെയോ ബൈക്ക് കിടക്കുന്നുണ്ടോ. KFC ഗൈസ് പുള്ളിക്കാരനോട് ഞങ്ങളെ ഫുഡ് എവിടെ കിട്ടുന്ന വെച്ച് പുള്ളി പറഞ്ഞു തന്നു. പിന്നെ അതേപോലെ നാളെ പോയിട്ട് കാർബോർഡ്, പിന്നെ അതേപോലെ തന്നെ പാക്കിയുള്ള സാധനങ്ങള് കണ്ണയിലൊക്കെ അമ്മോ എന്തൊരു കാറ്റാടാ. 25-30 km/h വീശുന്നു. ഈ മൈക്കിൽ വല്ലതും കിട്ടുന്നുണ്ടാവുമോ? എനിക്ക് തോന്നുന്നു ഈ മൈക്ക് കിട്ടുന്നുണ്ടോ. നോയിസ് കാൻസലേഷൻ ഇട്ടാലോ? അല്ല, ഇന്നത്തെ വീഡിയോ മൊത്തം പോകും. ഒരു ക്യാമറമാന്റെ വ്യാപ്തി നിങ്ങൾക്ക് മനസ്സിലാവും. എടാ, പുതിയ വണ്ടി വന്നടാ, പുതിയ ഏതോർണം വന്നു. ഈ പച്ചയൊന്നും നമ്മൾ കണ്ടില്ലായിരുന്നല്ലോ. കേൾക്കുന്നില്ല. ഈ പച്ചയൊന്നും നമ്മൾ കണ്ടില്ലല്ലോ. ഇല്ല, സൈഡിലായിപ്പോയല്ലോ കാണാതെ. ഇത് ക്രോസ് ചെയ്തിട്ട് നേരെ അങ്ങോട്ട് പോകാനാ പറഞ്ഞത്. എങ്ങനെ ക്രോസ് ചെയ്യും? ഇവിടെ ക്രോസ് ചെയ്യുന്ന പണി കിട്ടും. നോക്കണം, ശ്രദ്ധിക്കണേ, സീബ്ര ക്രോസ് നോക്കണം. ഓ എടാ, ഇതിന്റെ ബേക്ക് നോക്കിയാ ഫയർ എഞ്ചിൻ മേടിച്ച അയാൾ ഇതാക്കിയതാട്ടോ. എടാ എബിനെ, പണ്ട് കാലത്ത് നമ്മുടെ അവിടെ ഇതേപോലെ ചെയ്യായിരുന്നു. പക്ഷെ ആൾക്കാർ ആ വണ്ടി എടുത്ത് മിസ്യൂസ് ചെയ്യുന്നതാണ് ഇപ്പൊ നമ്മുടെ അതെടുത്ത് ക്രോസിംഗ്. അയ്യോ, ഇങ്ങനെ തന്നെ പോണം. ഇപ്പൊ മൂക്കും കുത്തി വീണാന് ഭയങ്കര കാറ്റാട്ടോ. നമുക്കേ ഒരു സീബ്ര ക്രോസ് പോലും കാണുന്നില്ല. എന്താണ് ചെയ്യാ? ഇതിൽ തന്നെ കിടക്കാം വണ്ടി നോക്കിയിട്ട്. ഇവിടുന്ന് ഏത് വശത്തോട്ടാ പോകേണ്ടതെന്ന് ഞങ്ങൾക്ക് അങ്ങോട്ട് ഞങ്ങളെ പിടിച്ച ഇതേ യൂറോപ്പിലേക്ക് ഇങ്ങനെ ക്രോസ് ചെയ്യാൻ പാടില്ല കേട്ടോ. സത്യം പറഞ്ഞാല് വിഷയമാണ്. വാടാ.
ഇവർക്ക് സിഗ്നൽ കിട്ടിയിട്ടേ ഇല്ല ഗൈസ്, ഇവർക്ക് സിഗ്നൽ ഇല്ല കേട്ടോ. യൂറോപ്പിൽ സത്യം പറഞ്ഞാൽ ഫൈൻ കിട്ടും, ഫൈൻ. ഇവര് മിണ്ടൂല, ഫോട്ടോ എടുത്ത് അയച്ചു കൊടുക്കും. അതെ ഗൈസ്, ഭാഷ അറിയില്ല, എവിടെ ഒരു വിഷയമില്ല കേട്ടോ. ഇല്ല, ഇതെല്ലാം പ്രശ്നം തന്നെ. ഇത് കാറുകൾ വിൽക്കാട്ടാക്കുന്നു, ക്യാമ്പറുകൾ വിൽക്കാട്ടാക്കുന്നു അല്ലടാ. വേറെ ഒരു കാര്യം നീ ശ്രദ്ധിച്ചു, എന്താ MBBS ആണോ, എന്താ യൂണിവേഴ്സിറ്റിയോ അങ്ങനത്തെ സംഭവം? പാട്ട് പാടുന്ന യൂണിവേഴ്സിറ്റി ആണ്, പാട്ട് പഠിപ്പിക്കുന്നത്. ഇവിടെ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. നമുക്ക് വാഹനത്തിലേക്ക് നമുക്കെന്നാ വെച്ചാലോ? വെക്കാം. ഗ്യാസ് ഇഷ്ടം പോലെ കിടക്കും. ഗ്യാസ് തീർക്കാം. വെള്ളം അവിടെ ഉണ്ട്. ഞങ്ങൾ ഫുഡ് വെക്കാൻ തീരുമാനിച്ചു. അതായിരിക്കും അല്ലേ നല്ല തടിക്ക് നല്ലത്. വെച്ചാലോ? അരിയുണ്ട്, എല്ലാം ഉണ്ട്. ഇപ്പൊ നമ്മൾ നേരെ ഇവിടെ 2 സാധനം മേടിക്കാട്ടോ. ഞങ്ങൾ കഴിക്കാന്ന് തീരുമാനിച്ചേ. അതിന്റെ ആവശ്യമില്ല, നമുക്ക് ഇച്ചിരി സമയം പോക്കും കൂടിയാണ്. ഇനിയിപ്പം ബോറടി ആയിട്ട് എങ്ങോട്ടും പോകത്തൊന്നുമില്ലല്ലോ. സ്ഥലത്ത് തന്നെ ഇങ്ങനെ കിടക്കുമല്ലേ, മൊത്തം ബോറടി ആയിരിക്കും. അതുകൊണ്ട് എന്തെങ്കിലും ഭക്ഷണമൊക്കെ വെച്ച് എന്റർടൈൻമെന്റ് ചെയ്യാം. നാട്ടിലിപ്പോൾ 3-4 മണി ആയതേ ഉള്ളൂ. ഇവിടെ ഒന്നും അത്ര സമയം പോലും ആയിട്ടില്ല കേട്ടോ. ഇവിടെ എത്ര മണിയാടാ? ഇവിടെ എങ്ങനെ പോയാലും ഒരു 1:30-2 മണിയായി കാണും. ഈ സൂപ്പർ മാർക്കറ്റിൽ കയറുന്നു, കുറച്ച് സാധനങ്ങൾ മേടിക്കുന്നു, കുറച്ച് യൂറോ അവർക്ക് കൊടുക്കുന്നു. അപ്പൊ അവർക്കൊരു സന്തോഷമുണ്ട്, നമുക്ക് ദുഃഖവും. അതെ, യൂറോ പോകുമ്പോ. മൈ മാർക്കറ്റ് ആട്ടോ, മൈ മാർക്കറ്റ്. ഇതന്നെ അയാളും പറഞ്ഞ മൈ മാർക്കറ്റ്. അതന്നെ അയാൾ പറഞ്ഞ അവിടെ എല്ലാം കിട്ടുന്നു മൈ മാർക്കറ്റ്. ഓ, ഇന്നത് ബർഗർ കിട്ടുമെന്ന് പറഞ്ഞേ. ഇവിടുത്തെ സാധനം ബർഗറൊക്കെ പഴയ ബർഗർ, അവര് ഫ്രഷ് കിട്ടൂല. പമ്പം വലുതാട്ടോ, ഒടുക്കത്തെ കാറ്റും. ശരി ആട്ടാ, ഇതിനകത്ത് എല്ലാ സാധനവും കിട്ടും. ഇത് വമ്പനാണല്ലോടാ, മേടിക്കാട്ടോ നമുക്ക് ഓരോന്നായിട്ട്. ഗായ്സ്, നമ്മുടെ ക്യാമറമാൻ്റെ തൊട്ടടുത്താണ് ഈ മാർക്കറ്റ്. ഞങ്ങള് തക്കാളി, ഒരിച്ചിരി ഉരുളക്കിഴങ്ങ്, ഒരിച്ചിരി പിന്നെ സബോള, ഒരിച്ചിരി മീന്, ഒരിച്ചിരി കൂന്തല്, പിന്നെ ഒരു ഗ്യാസ് സ്റ്റൗവിന്റെ മേലത്തെ സാധനം, ഒരിച്ചിരി വെള്ളം, പിന്നെ അതുപോലെ ഒരു ചെറിയ ചിപ്സ്. ഇതെല്ലാം കൂടെ മേടിച്ചതിന് 3000 രൂപ, അതായത് $29. അല്ല, യൂറോ. ഡോളറാണ് കുറവാട്ടോ, യൂറോ കൂടുതലാ. ദൈവം, ഇവിടെയൊക്കെയുള്ള എങ്ങനെ ജീവിക്കും ആലോചിക്കുക. ഈ ഒരു കവർ സാധനത്തിന് 3000 രൂപ. എനിക്ക് തോന്നുന്നത് യൂറോപ്പിലൊക്കെ വർക്ക് ചെയ്യുന്ന ആൾക്കാർ പട്ടിണി കിടന്ന നാട്ടിലോട്ട് പൈസ അയച്ചു കൊടുക്കുന്നത് എനിക്ക് തോന്നുന്നു കേട്ടോ. ആരും പുറത്തു ഉണ്ടാത്താണോ? റയാനെയർ അല്ലേ പോകുന്നത്? ഏറ്റവും ചീപ്പ് മറ്റൊരു ഘടകം കേട്ടോ കാണുന്നത്. ഏറ്റവും ചീപ്പ്. അതെ, റയാനെയർ. ഗൈസ്, ഫൈനലി സാധനം കിട്ടി. പക്ഷെ വിലയാണ് സഹിക്കാൻ പറ്റില്ല. സത്യം പറഞ്ഞാൽ നമുക്ക് 2 ബർഗർ കഴിച്ചു കഴിഞ്ഞാൽ 5,000-10,000 രൂപ നിന്നാനെ, 950 രൂപയിലൊക്കെ നിന്നാനെ. ഇത് മുള്ളാൻ പോയവരെ കാശ് കൊടുക്കണം, അതാണ് വിഷയം. അല്ല, ആ കാര്യത്തിൽ മുള്ളാൻ പൈസ കൊടുക്കണ്ട. ഇവിടെ കൊടുക്കണ്ടെന്ന് വെച്ചാൽ എവിടെ പബ്ലിക്കിലല്ലേ, അങ്ങോട്ടങ്ങോട്ട് കയറാൻ കൊടുക്കണ്ടായിരിക്കും. ഇതും സൈറ്റാ ക്യാമ്പർ പാർക്കിങ്ങാ, എല്ലാ വണ്ടിയുടെ ആണോ? ഓഹോ, അത് കൊള്ളാലോ. ഞങ്ങളെ നേരെ വണ്ടി ചെന്നിട്ട് ഭക്ഷണം വെക്കുന്ന പരിപാടി തുടങ്ങട്ടെ. അങ്ങനൊരു പ്ലാനേ ഇല്ലായിരുന്നു. ഗൈസ്, നോക്കൂ, ഫൈനലി നമ്മൾ അങ്ങനെ വണ്ടിയിലെത്തി. നമ്മുടെ യൂറോപ്യൻ സ്റ്റാൻഡേർഡുള്ള ഗ്യാസ് സ്റ്റൗ 1 ഞങ്ങൾ ഇന്ന് മേടിച്ച സാധനങ്ങൾ കാണിച്ചു കേട്ടോ. തന്നെ അതെല്ലാം താഴോട്ട് വന്നത്. ഇങ്ങോട്ട് പിടിയടാ, അങ്ങോട്ട് ഇറങ്ങി നിക്കടാ ചെറുക്കാ. ഇതേ ഒരു ജ്യൂസ്, ആപ്പിൾ, ഇത് ഇവിടെ ഇരിക്കട്ടെ കേട്ടോ. ഇതേ ഗൈസ്, ഇത് കണ്ടോ. ഇതേ അടുത്തത് ഓറഞ്ച്, ഇവിടെ ഇരിക്കട്ടെ. അല്ലടാ ലിബി. ഗൈസ് നോക്കൂ, പിന്നെ ഇതിപ്പം പുതിയ, ഇതെന്തായാലും നമുക്ക് ഭാവിയിലേക്ക് ആവശ്യം വരും. ഇത് ഗ്യാസ് സ്റ്റൗവിന്റെ സാധനം കേട്ടോ. പിന്നെ അതേപോലെ തന്നെ തൈര്, ഈ തക്കാളി നോക്കണം നിങ്ങൾ. ഇത് കളയല്ല ലിബി, ഇത് കണ്ടോ. ഇത്രയും സാധനം മേടിച്ചതിനാണ് 3000 രൂപ. മീനും യൂറോപ്പിലൊക്കെ ജീവിക്കുന്നവരെ സമ്മതിക്കണം കേട്ടോ. ഈ കാണുന്ന ഈ 2 മീനും കൂടെ മേടിച്ചതിന്, മീൻ കറിയും മീൻ വറുത്തതും ഈ പിന്നെ കൂന്തലുമാണ് ഇന്നത്തെ നമ്മുടെ ഭക്ഷണം. അപ്പൊ ഇത്രയും സാധനം ചെയ്തതിന് ആദ്യത്തെ പരിപാടി എല്ലാം ചെയ്തതിന് ചോറ് കയറ്റി വെച്ചിട്ട് ബാക്കി ഇത് ക്ലീൻ ആക്കാൻ, കട്ട് ചെയ്യുക, അങ്ങനത്തെ പരിപാടി അല്ലടാ ലിബിനെ? അതെ, അതായിരിക്കും ഏറ്റവും ബുദ്ധിപരമായ നീക്കം. ചോറ് കയറ്റിട്ടാ ചെയ്യുന്നത്. അല്ല, ഞാൻ കയറ്റുന്നത് പറഞ്ഞാൽ ആദ്യം മീനങ്ങ് വെള്ളത്തിൽ ഇടും. അതൊക്കെ സമയമുണ്ടല്ലോ നമുക്ക്. ഇതുണ്ടോ, ഇതിന്റെ അകത്ത് ഗ്യാസ് ഉണ്ട് കേട്ടോ. ഇതിങ്ങനെ പൊട്ടിക്കുക. ഇത് സ്റ്റാൻഡേർഡ് ഉണ്ട് കേട്ടോ. യൂറോപ്യൻ കൊണ്ട് സാധനം കിട്ടുള്ളൂ. ഇതിനകത്ത് ആയില്ലാണ് നമ്മൾ മേലോട്ട് നോക്കാൻ പോകുന്നത്. അതും നമുക്ക് ട്രോഫി അടിക്കും. ഇല്ല, ലൈറ്റർ തന്നെ. ഞാനൊന്നും ഇവിടെ ലൈറ്റർ ഉപയോഗിക്കാത്തല്ല, നീ ലൈറ്റർ ഉപയോഗിക്കുന്നത്. സംഭവം സക്സസ് ആണ്. പക്ഷെ ക്വാളിറ്റി ഇതിങ്ങനെ ഓൺ ആക്കി വെക്കുന്നു. കുക്ക് ചെയ്യാൻ ഇച്ചിരി പാടാട്ടോ. ഞാൻ യഥാർത്ഥ ക്യാമ്പിംഗ് സാധനം എന്ന് പറയുന്നത് അല്ലടാ. ഈ 2 സാധനം എടുത്ത് ഇങ്ങോട്ട് ഇടുന്നു. മറ്റേ ചോറ് വെക്കുന്നത് ഈ കുക്കിംഗ് ഇല്ല എന്ന് ഞാനും ലിബിനും എല്ലാ ദിവസവും പറയും. ലാസ്റ്റ് സംഭവിക്കുന്നത് തന്നെ അവിടെ ചെല്ലുമ്പോൾ ഞങ്ങൾ മേടിക്കും, സാധനം മേടിക്കും. ഈ അരി ഇല്ലല്ലോ. ഇല്ല. ഇതിന്റെ അകത്തിന് ഒരു അരി എന്ത് ചെയ്യും? അരി തീർന്നു. കൂടെയുള്ള അരിയേ ഉള്ളൂ. അതെ, കറക്റ്റ് കേട്ടോ. എന്തോ ദൈവമായിട്ട് മേടിച്ചിട്ടോ പോലെ. അതെ, ഉണ്ട്. ഈ ആ അരിയും കൂടെ കൂടി നമുക്ക് ഇതിൻ്റെ അകത്തോട്ട് ഇടാം കേട്ടോ. അല്ല, നമുക്ക് ഇച്ചിരി കൂടുതൽ വെച്ചിട്ട് നമ്മൾ രാവിലെ എടുത്ത് കഴിക്കുകയും ചെയ്യാലോ. അങ്ങനെ അതേപോലെ എടുത്തു വെച്ചാൽ പോരെ? അങ്ങനെ ചെയ്യടാ, അതായിരിക്കും നമുക്ക് നല്ലത്. നമ്മുടെ ചോറ് നമ്മൾ ഇതിൻ്റെ അകത്ത് കയറ്റിട്ട് ഇത് വളരെ ശ്രദ്ധിക്കണേ. ഇത് എത്ര അറിയാന്ന് പറഞ്ഞാലും ഈ സാധനം തെന്നിക്കഴിഞ്ഞാൽ വളരെ പാടാണ്. അപ്പൊ അതായത് നമുക്ക് നിലത്ത് വെച്ചാലോ? വേണോ, നിലത്തിരുന്ന് കുക്ക് ചെയ്യേ പാടില്ല. ഇത് കണ്ടോ, നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് അത് ഇഷ്ടപ്പെടത്തില്ല. അല്ല, ചോറ് മാത്രം പുറത്തോട്ട് വെച്ചാലോ, ദേഹത്ത് വീഴാതെ? വേണ്ട. ഇത് കണ്ടോ, ഇതിനുള്ള തവി സാധനം ഇളക്കി. ഇതിനുള്ള പരിപാടി ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഈ കാണുന്ന ഈ വെള്ളത്തിലേക്ക് ഈ കാണുന്ന വളരെ വിലയുള്ള മീൻ
അങ്ങനെ പറയാൻ പറ്റുള്ളൂ. ഇത് കണ്ടോ, ഈ വളരെ വിലയുള്ള ഓല. ഓലയാ? ഉറപ്പാണോ? ഓലക്കൊടിയൻ. കഴിഞ്ഞ വർഷം ഞങ്ങൾ മീൻ മേടിച്ചിട്ട് 4 പീസിനല്ലേ പൈസ. ഇത് ഓലക്കൊടിയൻ. ഇതേ ഇപ്പം തന്നെ കട്ട് ചെയ്തിടുവാണേൽ സൂപ്പറായിരിക്കും. ഓലയാടാ ഒന്നാന്തരം മറ്റേ സാധനം എന്നാ ഇതിന് പറയുന്നത്? ഓലക്കൊടിയൻ. അത് തന്നെ. അത് മറ്റേ സാധനം അല്ല കേട്ടോ, എൻ്റെ വൈറ്റ് അല്ലേ? വൈറ്റ് സ്കിൻ. ഇതേ ഇങ്ങനെ ചൂടോടെ കട്ട് ചെയ്യുവാണേൽ ഓഹോ ഇതൊക്കെ അറിയാം. നോക്കട്ടെ ഓലയാ നല്ല പീസായിട്ട് വരെ കട്ട് ചെയ്ത് ഇതേപോലെ എടുത്ത നല്ല മീൻകറി കൂട്ടി ഊണ് സാപ്പിട അല്ലേ ലിബിനെ? കഴിഞ്ഞ വർഷം നമ്മൾ മീൻ മേടിച്ച് ഭയങ്കര ഉളുമ്പല്ലായിരുന്നു തന്നെ. അയ്യോ വണ്ടി നാറിയിട്ട് നിൽക്കുക. ആ കറിക്ക് ഇത് പോരെ? അല്ല ഇതെല്ലാം കൂടെ ഒരുമിച്ചിട്ട് തണുക്കട്ടെ. ആണോ? വറക്കവും കറിയും കൂടെ ഒന്നാന്തര ഓല തന്നെയല്ലേ? ഓല തന്നെ. നീ തന്നെ അത് ഉറപ്പിച്ചു. നീ തന്നെയാ ഓല തന്നെ. വീഡിയോ കാണുന്ന അമ്മച്ചിമാർക്ക് കറക്റ്റ് അറിയാൻ പറ്റും ഇത് ഓലയാണോ എന്നൊക്കെ ഉള്ളത് കേട്ടോ, അല്ലടാ? അതെ എബിനെ, ഞങ്ങൾ ഈ പ്രാവശ്യം എന്നാ സംഭവം എന്ന് വെച്ചാൽ തോലില്ലാത്ത മീൻ നോക്കി തന്നെ മേടിച്ചേ. കഴിഞ്ഞ പ്രാവശ്യത്തോലെ പെടണ്ടാന്ന് വെച്ചിട്ട് എവിടെ വെള്ളത്തിൽ പോയപ്പോൾ വീണ്ടും ഐസായല്ലേ മീന്. നല്ല പ്രശ്നം. ഇത് വിട്ട് കിട്ടുന്നില്ല. അയ്യോ കിട്ടുവോ? അത് കത്തിയും കൂടി നടക്കുന്ന ഒരു കൊട്ടു കൊടുക്കവനെ. സാധനം കിട്ടും ഇല്ലേ? കിട്ടിയോ? ഈ കൂന്തൽ എങ്ങനെയാ വാക്കം പാക്കിങ് എന്ന് വെച്ചാല് ടൈറ്റ് ചെയ്തിട്ടുള്ള 300 ഗ്രാമേ ഉള്ളു കേട്ടാ. 300 ഗ്രാം. അതിനാണ് ഈ പൈസ. എൻ്റെ അമ്മേ എന്തൊരു എക്സ്പെൻസീവ് ആടാ യൂറോപ്പ്, അല്ലടാ? വെരി എക്സ്പെൻസീവ്. ഇന്ത്യ ഈസ് എ ബ്യൂട്ടിഫുൾ ആൻഡ് ചിലപ്പോൾ കുറവ് അല്ലേ? എൻ്റെ ദൈവമേ, കാശ് കൂടുതൽ കിട്ടുമെന്ന് പറഞ്ഞ് ഇങ്ങോട്ട് വരും. ഇവിടെ വരുമ്പോഴോ ആൾക്കാർ പെടുന്ന പെടല് ഒരു ഇച്ചിരി വെള്ളം ഇതിനെ ഒഴിച്ചു വെച്ചാക്കാം കേട്ടോ. ഇനി എല്ലാം കട്ട് ചെയ്ത് മിസ്സുമ്പോഴെല്ലാം കട്ട് ചെയ്ത് ഓരോ സൈഡിലോട്ട് ആക്കി എല്ലാം കാണാം. ഇത് ഇനി ഇതിൻ്റെ മുകളിലേക്ക് ഇങ്ങനെ വെക്കാം, അല്ലടാ? അതെ. ഇതിങ്ങനെ ഇരിക്കട്ടെ, എല്ലാം തണുത്ത് വരട്ടെ കേട്ടോ. യെസ്, ഇതിനിപ്പോൾ തുടക്കലാണ് പരിപാടി. അതായത് ഇത് കണ്ടോ, ഈ കാണുന്ന സാധനത്തിൽ ടിഷ്യൂ റോള് തരണേ. അരി ഇറക്കി വെച്ചോ ലിപി അവിടെ തന്നെ. ഇതുണ്ടോ? ഇതുണ്ടോ? ഇതിങ്ങനെ തുടച്ച് വൃത്തിയാക്കണം. ഇല്ല കഴിഞ്ഞ്. പിന്നെ ഈ കട്ടിംഗ് ബോർഡ് ഉപയോഗിക്കാൻ കൊള്ളു. ഇതിന് ഉളുമ്പില്ലാത്ത മീനായതുകൊണ്ട് വലിയ റിസ്ക് ഇല്ല കേട്ടോ, അല്ലേ ലിപിയ? എബിനെ, ഇനി അടുത്ത് നമുക്ക് 2 ഉള്ളി. എത്ര ഉള്ളി വേണം? ഇവിടെ എന്നാ ഉള്ളത്? അയ്യോ, ഇവിടെ ഒരു തക്കാളി ഉണ്ട്. ഇവിടെ 2 തക്കാളി ഉണ്ടായിരുന്നു. പണ്ടാരം മേടിക്കണ്ടേ? 2 തക്കാളി എടുത്തു. അടുത്ത് ഈ ഉരുളക്കിഴങ്ങ് എന്നാ ചെയ്യാ? നാളെങ്ങാനും വല്ല നാളെ പോരെ? നാളെ നീ ഒരു ചെറിയ പാത്രം നടല്. പിന്നെ വലിയ പാത്രം ഇത്ര വെള്ളം ഒഴിച്ചതെല്ലാം കഴുകിയെടുക്കും. ഇങ്ങോട്ട് ഇച്ചിരി വെള്ളം ഒഴിച്ചടാ. ഇതിലും വലുതുണ്ടായിരുന്നല്ലോ. ഇതിലൊരു എണ്ണമയം ഉണ്ട്. ഞാനേ പൊട്ടിച്ച വെള്ളം എടുത്തിട്ട് വരാം. ഇതിലാണ് ഇത്ര എണ്ണമയം. കഴിഞ്ഞ ദിവസം കഴുകി ശരിയായില്ല പാത്രം. ഒരു എണ്ണമയം കുഴപ്പമൊന്നുമില്ല. എണ്ണ കഴുകാൻ വിട്ടുപോയില്ലേ? എണ്ണ എടുത്ത് വെച്ചത്. ശരിയാട്ടോ ഗൈസ്. അതായത് നമ്മുടെ മീൻകറിക്ക് മാത്രം എല്ലാം മതിയായിരുന്നു. പ്ലാൻ ചെയ്യാതെ മേടിച്ചു. ഒരു തക്കാളി മാത്രം അല്ല, ഒരു ഉള്ളി മാത്രം മേടിച്ചാൽ വേറെ സാധനം വേണ്ട. നോക്കിയില്ലല്ലോ ഇവനെ. നോക്കാതെ ഒറ്റ ഭക്ഷണം കഴിക്കാനായിട്ട് പോയതല്ലേ? ബർഗർ കഴിക്കാൻ വേണ്ടി പോയതല്ലേ? വെക്കും നമ്മൾ സ്വപ്നത്തിൽ വിചാരിച്ചാണ്. ഗൈസ്, മീൻകറിക്കുള്ള മിസമ്പിൾ ആയിട്ടോ നമ്മൾ സെറ്റ് ചെയ്തോണ്ടിരിക്കുന്നത്. ഇതുണ്ടോ നല്ല ഇതിനിവിടെ എന്നാ പറയുന്നത്? ചില്ലി എന്നാണ്. ഇവിടെ ബജ്ജിമുളക് എന്ന് പറയും. ഇവിടെ എന്നാ പറയാ? അല്ല എരിവുണ്ടെന്ന് തോന്നുന്നു കേട്ടോ കണ്ടിട്ട്. കിളി പാറണം. നല്ല ഒന്നാന്തരം നല്ല എരിവ് കിട്ടണം കേട്ടോ. കാരണം കഷ്ണം മീനല്ലേ, നല്ല രസമായിരിക്കും. ഇതങ്ങനെ സായിപ്പ് കണ്ടു കഴിഞ്ഞാൽ തല കറങ്ങി വരും. പിന്നെ മറ്റേത് എന്ത് ചെയ്യാം? നമ്മുടെ വെളുത്തുള്ളി. വെളുത്തുള്ളിയും കൂടെ ഉണ്ട്. ശരിയാ. ഇഞ്ചി വെളുത്തുള്ളി ഇങ്ങോട്ട് കയറ്റി വിടാൻ പറ്റിയാൽ ഏറ്റവും കൂടുതൽ പൈസ ഉണ്ടാക്കാൻ പറ്റിയ സാധനം. വിഷയില്ലാത്ത സാധനമല്ലേ? കയറി വരികയും ചെയ്യും, പൈസ ഉണ്ടാക്കാൻ അല്ലേ? ഇഞ്ചിയും വെളുത്തുള്ളി കാശ് ഉണ്ടാക്കാൻ പറ്റിയ പരിപാടി. ഭയങ്കര എക്സ്പെൻസീവ്. ഞാൻ 4 യൂറോ എങ്ങാണ്ടാ ഇവിടെ മറ്റേ വെളുത്തുള്ളിക്ക്. 5 യൂറോ അല്ലേ? 5 യൂറോ എന്ന് വെച്ചാൽ എത്ര പൈസയായി? നമ്മുടെ അവിടെ കിട്ടൂല്ലോ പൈസ. ഇത് മാത്രമേ ഉള്ളൂ കേട്ടോ മിസ്. നമ്മളെ നീ പറഞ്ഞപ്പോൾ ഞാൻ മറ്റേ ആലോചിച്ച വെളുത്തുള്ളി ഉണ്ടല്ലോ അതിന്റെ അകത്ത്. മീൻകറി എന്ന് വെച്ചാൽ ഇഞ്ചി വെളുത്തുള്ളി അല്ലേ? കറിവേപ്പില ഇല്ല. കറിവേപ്പിലയും കൂടി ഇവിടെ പൊളിച്ചാനല്ലേ ഇവനെ? ഇല്ലല്ലോ, ഇല്ല കിട്ടാനില്ല. ഇവിടെ ഒന്നും കറിവേപ്പില ഒന്നും ഇവർ ഉപയോഗിക്കൂലോ. UK കിട്ടുമായിരിക്കും. UK മലയാളികൾ കൂടുതലുണ്ടല്ലോ ഇവനെ. അപ്പൊ അവിടെ കിട്ടാൻ ചാൻസ് കൂടുതൽ. ഈ ഗ്രീസിൽ മലയാളികൾ കുറവാട്ടോ. സംവിധാനങ്ങളും കാര്യങ്ങളൊക്കെ. ഗൈസ്, മീൻകറിക്കുള്ള ചട്ടി വെച്ചു. വെളിച്ചെണ്ണ ഒഴിക്കുന്നു. നിങ്ങൾക്ക് ഇവിടുത്തെ ചൂട് മനസ്സിലാകണമെങ്കിൽ ഇവിടുത്തെ തണുപ്പ് മനസ്സിലാകണമെങ്കിൽ നിങ്ങൾ വെളിച്ചെണ്ണ നോക്കിയാൽ മതി. അന്ന് നിങ്ങൾ ഇങ്ങോട്ട് വരണം. അല്ലെങ്കിൽ നിങ്ങൾ ഈ വെളിച്ചെണ്ണ നോക്കണം. ഈ വെളിച്ചെണ്ണ നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. അല്ലേടാ ലിബിനെ? അതെ, വെളിച്ചെണ്ണ വണ്ടി ചെരുവിലാണ് കിടക്കുന്നത്. വണ്ടി ശേഷം ചെരുവിലാണ് കിടക്കുന്നത്. കുറച്ച് അധികമല്ല, കുറച്ച് അല്ലേ? ഈ വെളിച്ചെണ്ണ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏകദേശം അടുത്ത് വറക്കാനുള്ളതും കൂടെ വേണ്ട. അപ്പോൾ ഇതും കൂടെ ഇട്ടേക്കാം. റിസ്ക് ആണ് ഇങ്ങനെ വെക്കുന്നത്. എന്തായാലും കുഴപ്പമില്ല, അഡ്ജസ്റ്റ് ചെയ്യാം. ഇത് കണ്ടോ, ഈ കാണുന്ന വെളിച്ചെണ്ണ ഒരു അല്പം കൂടുതലാണ്. അഡ്ജസ്റ്റ് ചെയ്യാം. ഈ മിസമ്പിള ഇതിൻ്റെ അകത്ത് കിട്ടുന്നത് മീൻകറിയുടെ മിസമ്പിളയാണ്. ഇതിൻ്റെ അകത്തൊരു മീൻകറി ഇപ്പം നമ്മൾ ഉണ്ടാക്കും. ഉപ്പ് കുറവല്ലേ? ഉപ്പ് എടുത്തിട്ട് എവിടെയാ? എവിടെയാ ലിബി? അയ്യോ, നമ്മള് തൈര് മേടിച്ചത്. തൈര് വെക്കണ്ടേ? തൈര് വെക്കാം, പക്ഷെ ഉപ്പില്ല. ഇത് മതി. ഇപ്പൊ മതിയാ? ഈ കറികൾക്കെല്ലാം കൂടെ ഇത് ധാരാളം. കഴിയുമോ? പിന്നെ ഇല്ല, നമ്മൾ എക്സ്ക്യൂസ് മീ, നമ്മളെ വണ്ടികളുണ്ടല്ലോ, വീടുണ്ടല്ലോ അല്ലേ അടുത്ത്. എക്സ്ക്യൂസ് മീ, എക്സ്ക്യൂസ് മീ, നമ്മൾ ചോദിച്ചങ്ങ് പോകും. നമുക്ക് ടെൻഷൻ അടിക്കണം. ഈ വെള്ളം വെച്ചാക്കുന്നത് ഈ ഉപ്പ് എടുത്തു കഴിഞ്ഞാൽ ഭയങ്കര പണിയാണ്. ഇപ്പം എപ്പോഴും കയ്യിൽ ഇങ്ങനെ ഇരിക്കും കേട്ടോ. അതല്ല ഇതാ ഇത് കണ്ടോ, ടിഷ്യൂ ഉള്ളതുകൊണ്ട്
ആ കാര്യം ഓക്കെയാണ്. ഇവന് എവിടെയാടാ വെച്ചാക്കുന്നത്? മറ്റേ സാധനം എവിടെ വെച്ചാക്കുന്നത്? കാണിച്ച്. എടാ നീ മറ്റേ ഉണക്കാൻ വേണ്ടി അല്ല മീൻ. അത് ഇവിടെ വെച്ചിട്ടുണ്ട്. എവിടെയാ? ഫ്രണ്ട് സീറ്റേല്. വെള്ളത്തിലേക്ക് വെക്കാൻ നേരത്ത് വെള്ളം ശരിയാകുന്നില്ല. അപ്പൊ ഇത് രണ്ടും കൂടെ റെഡി ആവാൻ വേണ്ടി ഞങ്ങൾ ഇവിടെ സാധനങ്ങളൊക്കെ ചെറിയൊരു വെയിൽ വരുന്നുണ്ട്. എന്നിട്ട് ഇത് ആകുന്നില്ല കേട്ടോ. ഐസ് തന്നെയാ. നോക്കാം അല്ലടാ, ആ സമയത്ത് സെറ്റപ്പ് ചെയ്യാം കേട്ടോ. എന്തായാലും ഇത്രയായി. എന്നാ പിന്നെ സലാഡും കൂടെ ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചു. അങ്ങനെയെങ്കിൽ സലാഡിനുള്ള സാധനങ്ങളുടെ അരിഞ്ഞ് റെഡി ആക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. ദേ സംഭവം റെഡി. ഇതിൻ്റെ അതോട് നമ്മൾ തൈരം ഇട്ട് കഴിഞ്ഞാൽ പരിപാടി കഴിഞ്ഞു. ഗൈസ് ഇതുണ്ടോ സൊമാറ്റോ എന്നാലും പിന്നെ സുമാത്തോ ഗൈസ് ടൊമാറ്റോ കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇതിന്റെ ഏകദേശം പരിപാടികൾ കഴിഞ്ഞു. പിന്നെ തൈരിട്ടൊന്ന് ഇളക്കുക അല്ലേടാ ലിബിയ? തൈരും കൂടി ഇട്ട് ഇളക്കി മീനും പറക്കണ്ടേ, കൂന്തൽ വെക്കണം. പിന്നെ അതേപോലെയുള്ള പരിപാടികളുണ്ട്. കൂന്തൽ അത്ര ആ ചട്ടിക്ക് കൊള്ളാൻ കുറച്ചുള്ള ചുങ്ങും. അത് ആണോ ഗൈസ്? ഞങ്ങളുടെ സലാഡ് റെഡി ആയിട്ടോ. ഈ സാധനം മസ്റ്റ് ആട്ടോ ചോറിന്, ഇല്ലാതെ ആകുന്നില്ല. കഴിച്ചു നോക്കിയേ, അടിപൊളി സാധനമായിരിക്കും ഗൈസ്. അതേപോലെ തന്നെ ഇച്ചിരി ഉപ്പ് ഇടുണ്ടോ? പക്ഷേ ചോറിനടുത്ത് റെഡി ആവും ഗൈസ്. ഇത് കണ്ടോ, ഇത് നമ്മുടെ മീൻകറിക്കുള്ള സാധനം. ഇതിന്റെ അത് പുളി ഇട്ടുണ്ട്. ഈ 3 പുളി മതി ഈ മീൻകറിയുടെ. ഈ മിക്സ് ഇപ്പം തന്നെ ആ ഒരു പുളിയുടെ ഒരു മണം ഗൈസ്, ആ നാട്ടി വെക്കുന്ന ആ ഒരു കറിയുടെ മണം. ഓ ആ ഒരു പുളി ഇട്ടിട്ടുള്ള സെറ്റപ്പ്. 3 മീൻകറി വെച്ചാ പുളി വെച്ചിട്ട് 3 പീസ് 3 കറി വെച്ചു. ഇതാ മീൻ പുളി തന്നെയാ ഗൈസ്. 3 മീൻകറി ഈ പുളി തന്നെ ഞങ്ങളുടെ കമ്പനി ഓടിച്ചു അല്ലേടാ ലിവിനെ? അതെ, ഇനി ഇത് കളയണം കേട്ടോ. ഇനി മോശം അതിനാ 3 കറി വെച്ചില്ലേ, ഇനി അതിനകത്ത് പുളി. ഇത് നന്നായിട്ട് പിന്നെ നമ്മൾ നന്നായിട്ട് വാട്ടിയെടുത്ത് നല്ല രീതിയിൽ ആക്കിയെടുത്താൽ മാത്രമേ ഇതൊക്കെ സെറ്റപ്പ് ആകും. പുറത്ത് നല്ല വെയിലും ഒടുക്കത്തെ കാറ്റും. ഇത് ഭയങ്കര ഡേഞ്ചർ ആട്ടോ ലിബി. കാറ്റല്ലേ? അല്ല, ഈ കുറ്റി നമ്മൾ ശ്രദ്ധിച്ചില്ലേ? ചോറ് നോക്കിയാൽ മതി. ചോറ് തേത്ത് വീഴാതെ. ചോറായോ? ഇല്ല, നോക്കണം അത് ഇങ്ങോട്ട് വരുന്നുണ്ട്. ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടോ സാധനം ഗൈസ്? അതായത് ഇവിടുത്തെ സാധനങ്ങളൊക്കെ ഒന്ന് മാറ്റി വൃത്തിയാക്കി എടുക്കട്ടെ കേട്ടോ. അല്ലെങ്കിൽ ഏറ്റവും പാടാകാൻ വേണ്ടി ചോറ. ഏറ്റവും പാടാകാൻ വേണ്ടി ചോറില്ല. പിന്നെ അത് കഴിഞ്ഞിട്ട് പാടാ. ഇപ്പൊ ഈ അരി വന്നുകൊണ്ട് പാടൊന്നുമില്ല. മറ്റേ അരി ആയിരുന്നു. ഇപ്പൊ ഒരു ഗ്യാസ് കുറ്റി മൊത്തം അവർക്ക് കൊടുക്കട്ടെ വന്നേനെ ഒരു അരിക്ക് അല്ലേ? 4 യൂറോ വേറെ. 4 യൂറോ വേറെ ഗൈസ്. അത് ലിബി പറഞ്ഞ യാഥാർത്ഥ്യമാണ്. ലിബിനെ മുളക് പൊടി ഈ കാണുന്ന ഇവിടെ ഉണ്ട്. മുളക് പൊടി അവിടെ ഉണ്ട്. ഫിഷ് മസാല നീ എടുക്കണം. എടുത്തു. ഈ കാണുന്ന ഫിഷ് മസാല കൂടെ ഇട്ടാ പരിപാടി ഏകദേശം മീൻകറിക്കൊള്ളായി. അത് കഴുകണം കേട്ടോ. അത് വലിയ പാത്രത്തിലിട്ട് കഴുകണം. കൂടെയല്ല മീനല്ലേ? മീൻ കഴുകാൻ വേണ്ടി വിട്ടെ. എന്ത് നല്ല കാര്യം. അരി മീൻകറി അതിനുള്ള മസാലകളും മീൻ വറക്കുന്നു. അവിടെ സലാഡും കാര്യങ്ങളും റെഡിയാകുന്നു. ലിബി മീൻ കഴുകാൻ വേണ്ടി പോവാട്ടോ. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾ വെള്ളത്തിൽ ഒഴിച്ച് വെച്ചിട്ട് ഈ പണ്ടാറ് സാധനം വീണ്ടും എന്തായി ഇതായിട്ട് ഒന്നിച്ചേർന്നു. ഏതാ നിന്റെ മീൻ? ഏതാ എന്റെ മീൻ വറക്കുന്നത്? നൂല് കെട്ടിയിട്ട് ഹിന്ദിക്കാർക്ക് അങ്ങനത്തെ സ്വഭാവം ഉണ്ട് കേട്ടോ. നൂലൊക്കെ കെട്ടിയിടും മീൻ്റെ അത്ര മതി കേട്ടോ. ഇഷ്ടം പോലെ ഉണ്ട്. എന്തോരം ഉണ്ട് കേട്ടോ. കാണാതെ എടുക്കാൻ മതി എന്നുള്ളൂ. എന്റെ മൂലിക്ക് പോയാൽ മതി ഓഫീസിൽ. എന്ത് ചെയ്താലും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കുന്ന ചാർജ് ഉണ്ടാവും, വെള്ളം എടുക്കുന്ന ചാർജ് ഉണ്ടാവും, എക്സ്ട്രാ ഫീസ് എല്ലാം ചാർജ്. അത് ഇവര് ഉദ്ദേശിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒന്നും അനാവശ്യമായിട്ട് ചെലവാക്കാതിരിക്കുക എന്നുള്ള യൂറോപ്യൻസിന്റെ ഒരു തനതായ തന്ത്ര രീതി. ഇത് നല്ലതാണ്. ഇപ്പൊ നമ്മൾ എവിടെ ചെന്നിട്ട് കറണ്ട് എടുക്കുന്നില്ല. നമ്മൾ ഒരു സ്ഥലത്ത് പാർക്ക് ചെയ്തിട്ട് എന്തിനാ കറണ്ടിന്റെ പൈസ മറ്റുള്ളത് ഉപയോഗിക്കാൻ നമ്മൾ കൊടുക്കും. ഒരു ആറ്റിറ്റ്യൂഡ് കരിയുന്നുണ്ട്. ഞാൻ ഒന്ന് ഇളക്കി കൊടുക്കട്ടെ കേട്ടോ ഗൈസ്. നമ്മുടെ ചോറായി. ഈ ബസുമതി ആക്കിയതുകൊണ്ട് ഞങ്ങൾക്ക് എന്തോ എളുപ്പമുണ്ടെന്നറിയാവോ? അല്ല ഞങ്ങളുടെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള അരി പൊന്നിയരിയാണ്. പൊന്നിയരി വെച്ച് ചോറ് തിന്നിട്ടുണ്ട്. ഒരു കാലം ചോറ് നമുക്ക് തിന്നാൻ പറ്റും അല്ലേ? ഇതാണ് നമ്മുടെ മീനിന്റെ ഗ്രേവി, മീൻകറി ഗ്രേവി. ഇതിനി ഒന്ന് തിളയ്ക്കണം, നന്നായിട്ട് തിളയ്ക്കണം. ചില്ലറ തിളയൊന്നും പറയും. ഞാൻ ഇങ്ങോട്ട് മാറ്റിട്ട് കേട്ടോ. ഇത് വളരെ സിമ്പിൾ ആണ് ഇതിന്റെ പ്രോസസ്സിങ്ങും സംഭവങ്ങളൊക്കെ. ഇത് കണ്ടോ, ഇത് വെറുതെ കൈ നോക്കണം. ഇടയിൽ കൈ ഇടല്ലേ. സോറി ഗൈസ്, ഇത് അങ്ങോട്ട് കൈ പോകാതെ നോക്കണേ. അതിനടാ കൈ പൊള്ളി അതിൻ്റെ അകത്ത് ഇരിക്കുവനെ. ഈ മീൻകറി എടുക്കുന്നു, ഇങ്ങോട്ട് വെക്കുന്നു. സേഫായിട്ട് ഉള്ളിലേക്ക് ചേർത്തെന്ന് വെച്ചാൽ നമ്മൾ സേഫായി. ഇപ്പൊ കറി നമ്മൾ ഇളക്കി കൊടുത്താൽ മാത്രം മതി. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് പിടിച്ച് ഇതേപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഒന്ന് കുറുകണം കേട്ടോ ഗ്രേവി. എപ്പോഴും ഇതിന്റെ അടിയിൽ നോക്കണം. അതാണ് വേറൊരു വിഷയം. അല്ലടാ ലിബി? കത്തുന്നുണ്ടോ എന്ന് എപ്പോഴും നമ്മൾ സൂക്ഷിച്ചു. കത്തുന്നുണ്ടോ എന്ന് മാത്രമല്ല ഗ്യാസ് ലീക്കാനുള്ള സാധ്യതയുണ്ട്. ഇതിന്റെ പാത്രം കറക്റ്റാണ് ഇരിക്കുന്നത് നോക്കണം. ഇതുണ്ട്. അപ്പൊ ഈ ഗ്യാസ് ഓഫ് ആക്കിയേക്കാം. ഇതിന്റെ ആവശ്യം ഇനിയിപ്പോ നമുക്കില്ല. മീൻ കറിയുടെ കഴിഞ്ഞു. ഇതാ എടുത്തു വെച്ചാൽ ഇനി ആകെ ഈ മുളക് പൊടിയും ഉപ്പും മാത്രം മതി മസാല ഉണ്ടാക്കാൻ വേണ്ടി. അത് തന്ന ലിബിയ. മറ്റേതൊക്കെ തന്ന ലിബിയ. ഏതാ? അതെ. ഓ, ഇനിങ്ങാൻ അറിയാതെ സ്വകാര്യ ഭാഗങ്ങളിൽ കയറി പിടിച്ചാൽ പണി പാളും. കൂന്തലിനും ഈ കാണുന്ന ഓലക്കൊടിയും മീനും നമുക്ക് മുളക് പൊടി ഉപ്പും മാത്രം മതി. വേറെ ഒരു സാധനം നമുക്ക് വേണ്ട, ആവശ്യമേ ഇല്ല. അല്ലേടാ ലിബിയ? അതെ. ഇനിയും വെളിച്ചെണ്ണ. വെളിച്ചെണ്ണ വറക്കാൻ നേരത്തെ ഇത് കണ്ടോ, ഈ കാണുന്ന ഉപ്പ് എടുക്കുക. ആകെ ഉപ്പ് അതേ ഉള്ളൂ കേട്ടോ. പോയി ബിദ്ദറി കൊടുക്കുക. പരിപാടി കഴിഞ്ഞു. എല്ലാം കറക്റ്റ്. എന്റെ കൈ ദൈവമേ. എടാ ഞാൻ ഇവിടെ കഴിഞ്ഞ ദിവസം ഗ്ലൗസാ? ഗ്ലൗസില്ല, വെള്ള ഗ്ലൗസ് കൊണ്ട് ഇട്ടായിരുന്നു. എല്ലായിടത്തും ഊറിപ്പറഞ്ഞു. ആണോ? ഇതുണ്ടോ അവനെ എങ്ങനെ ഇട്ട് കുഴച്ച് കണ്ടോ, ഇങ്ങനെ ഇട്ട് മെഴുക്കി. ഇതുണ്ടോ ഇതേപോലെ ഇട്ട് എടുത്ത് ഇവനെ നമ്മൾ ചാട്ടിയിലേക്ക് ഇട്ടൊരു വെപ്പുണ്ട് ഗൈസ്. ഈ മസാല ഒന്നിന്റെ ആവശ്യമില്ല. ഈ മുളക് തടി തന്നെ ധാരാളം ഗൈസ്. ഇത്ര എരിവൊക്കെ തിന്നുന്ന സായിപ്പ് കണ്ടു കഴിഞ്ഞാണ്ടല്ലോ കരഞ്ഞു പോവും അയാള്. അത്ര എരിവായിരിക്കും. നോക്കിയേ, ഇത് കുറച്ചു നേരം ഇങ്ങനെ ഇരിക്കട്ടെ കേട്ടോ.
ഇതിങ്ങനെ കുറച്ച് നേരം ഇരിക്കട്ടെ. എന്നിട്ട് ഇത് മൊത്തത്തോടെ നമ്മൾ പാത്രത്തിലിട്ടാണ് സെറ്റ് ചെയ്തിരുന്നത്. അവിടെ വെച്ചോ ലിവിനെ, എൻ്റെ കൈ ഇവിടെ ടിഷ്യൂ നാടാ ലിവിനെ. റോള് ടിഷ്യൂ ബാക്കോട്ട് തന്നായിരുന്നു. ഇല്ല, മൊത്തം റോള് തന്നിട്ടില്ല. തന്നേ? ആ തന്നു. ഇതുകൊണ്ടോ ഈ കൈ വൃത്തിയാക്കണേ. വെറ്റ് ടിഷ്യൂവും പിന്നെ അതേപോലെ തന്നെ ഈ ടിഷ്യൂവും ആവശ്യമാണ്. അല്ലെങ്കിൽ വെറ്റ് ടിഷ്യൂ ആണോ? അപ്പോൾ വേണ്ട, ഞാനൊരു ഇതിന് പറഞ്ഞ നീ അത് കയറി പിടിച്ചോ. നമ്മുടെ കിഡിലും മീൻ കറി കേട്ടോ. ഗ്രേവി ഇങ്ങനെയാണ്. മുതൽ എങ്ങനെയായിരിക്കും? ഇതേ നമ്മുടെ മീൻ ഓല. എൻ്റെ അമ്മ, കഴിഞ്ഞ ദിവസം ഞങ്ങൾ മീൻ മേടിച്ചിട്ട് വീഡിയോ എടുത്തായിരുന്നു. പക്ഷെ നമ്മളെ വീഡിയോ പറഞ്ഞില്ല. നല്ല അടിപൊളിയാ. ഇല്ല, വീഡിയോ എടുത്തിട്ടില്ല അല്ലേ? തുർക്കി നമ്മൾ മേടിച്ചേ. എൻ്റെ അമ്മോ, ഏത് രീതിയിലുള്ള ഇതായിരുന്നു എന്നുള്ളത് ഞങ്ങൾക്ക് പോലും ഒരു പിടുത്തം കിട്ടുന്നില്ല. ഉളുമ്പ്, അതോ അസഹനീയമായ ഉളുമ്പ് അല്ലേടാ ലിവിനെ. എന്നാ മീനായിരുന്നു? നെയ്മീൻ പോലെ ഇരുന്നൊരു മീനാ. നെയ്മീനാ ലിവിനെ നമുക്ക് കലക്കാന്നൊക്കെ പറഞ്ഞ് മേടിച്ചാ. പക്ഷെ ഞാനും ലിവിനും ഇരുന്ന് ഇവിടെ നിന്ന് കലങ്ങി വയറ്. എന്ത് മീൻ മേടിച്ചാലും തോലുള്ള മീൻ മേടിക്കരുത്, പണി കിട്ടും. ഭയങ്കര നെയ്യാ ഇവിടുത്തെ മീനുകൾക്ക്. ഇവിടുത്തെ ക്ലൈമറ്റിന്റെ ആണോ? ഈ മീൻ ഇത്ര കിടന്ന് തിളച്ച് റെഡിയായി വരട്ടെ. അപ്പോഴത്തേക്ക് ഈ മീൻ കറി സെറ്റ് ആവുള്ളൂ. അതിന് അടുത്ത സാധനം വെക്കാം. ആഹോ, ഈ കറി കലക്കി മുടി കൊണ്ട് തന്നോ. അങ്ങനെയുള്ള സാധനങ്ങൾ വെച്ചു. ഇനി എണ്ണ ഒഴിച്ചു കൊടുക്കുക എന്നുള്ളതാണ് മെയിൻ കർത്തവ്യം. എണ്ണ കൊണ്ടുവരണം. എല്ലാം ഓർക്കണേടാ ലിബിയ. എണ്ണ കൊണ്ടുവരണം. വേറെ എന്തൊക്കെ കൊണ്ടുവരണം? കുറേ സാധനം കൊണ്ടുവരാനുണ്ട്. എണ്ണയൊക്കെ തീർന്നു. മോസ്റ്റ്ലി ഫിനിഷ്. ഇതൊക്കെ അതിൻ്റെ അകത്ത് എടുത്തിട്ടേ മീനിങ് തന്നേരം കേട്ടോ. ഇതിനങ്ങ് വെച്ചേക്കാം. ഇതുകൊണ്ട് ഇത് വളരെ ശ്രദ്ധിക്കണം. ഈ പണ്ടാരം ഇതെങ്ങനെയാണെന്ന് വെച്ചാൽ ഇതിൻ്റെ പ്രോസസ്സ് ഇതുണ്ടോ, ഈ മസാലയോടുകൂടി ഇതുണ്ടോ, ഈ മസാലയോടുകൂടി ഇതിനെ രണ്ടിനെ ഇവിടെ സെറ്റ് ചെയ്യണം. സൈഡിലോട്ട് വെക്കുക. ഇതുണ്ടോ, ഇവിടെ മസാല ഇല്ലെങ്കിൽ ഇത് പോയി. ഇവിടെയും സെറ്റ് ചെയ്ത് ബാക്കിയുള്ള സാധനത്തിന് ഇങ്ങനെ കോരുക. അതെ, ഇങ്ങനെ ഈ വെളിച്ചെണ്ണയിലേക്ക് അങ്ങ് ഇട്ട് കൊടുക്കുക. കണ്ടോ, വെളിച്ചെണ്ണയിലൊക്കെ ഞാൻ ചൂടുള്ള വെളിച്ചെണ്ണ കൈമുക്കും. അതിനെ ബാധിക്കുന്ന കാര്യമല്ല അല്ലേ ഗൈസ്. ഇതുണ്ടോ, ഇവിടെയൊക്കെ ഇട്ട് കൊടുക്കുക. എണ്ണയിൽ ഇത് കുളിച്ചു. ഇനി അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ അടിച്ചു വയ്ക്കണം. ഇത് കണ്ടോ, ഈ കാണുന്ന ഈ മസാല അതിങ്ങോട്ട് ഇങ്ങനെ ഒഴിച്ചു കൊടുക്കുക. ഇനി നമ്മളൊന്നും ചെയ്യണ്ട, എല്ലാം ഇത് ചെയ്തോളും. പെട്ടെന്ന് ആയല്ലോ. ഭയങ്കര സ്പീഡിന്റെ ആളല്ലേ, എല്ലാം പെട്ടെന്നാണ് പടി അല്ലടാ. പെട്ടെന്ന് തീർത്താൽ പെട്ടെന്ന് കഴിച്ചു പോകാം അല്ലേ? അതെ. ഇപ്പൊ ഒരു കൂന്തല് നല്ല നോക്കൂ. ഇത് മീൻ വറുത്തത്, മീൻ കറി ഒരെണ്ണം കൂടെ ഉള്ളത്. അതും കൂടെ തന്നെ ഞങ്ങൾ സൂപ്പർ സാധനം കേട്ടോ. അതും ഞങ്ങളുടെ ഫ്രൈഡ് സാധനം നടുക്ക് വെച്ചോ. ഇത്ര സാധനം നമ്മുടെ ചോറിന്റെ കറി. ഈ പാത്രത്തിലേക്ക് ഇതേപോലെ ചോറെടുക്കണം. ഇതേപോലെ ചോറെടുക്കുക. ഇത് കറക്റ്റ് ചോറാണല്ലോ ലിബിയ, കൂടുതലൊന്നുമില്ലോ. ഇതേപോലെ ചോറെടുക്കുക. വീണ്ടും ഇതേപോലെ ചോറെടുക്കുക. എന്നിട്ട് ഇത് മാറ്റി വെക്കുക. ഇത് പിടിച്ചാൽ പിന്നെ ഇതിന് നമുക്ക് എൻ്റെ കറിയിലിടാൻ നേരത്തെ തന്നെ ഗൈസ് ഇതുണ്ടോ, ഇതേപോലെ ചോറെടുക്കുക. ഇതുണ്ടോ, വീണ്ടും ഇതേപോലെ ചോറെടുക്കുക. വീണ്ടും റിപ്പീറ്റ്, ഇതേപോലെ ചോറെടുക്കുക. ഇവിടെ 2 കൊട്ടുക. ഇതാണ് മീൻകറി. ഈ മീൻകറിയുടെ ഇങ്ങോട്ട് വരിക. എന്നിട്ട് അങ്ങനെയൊക്കെ ആക്കുക. എന്നിട്ട് ഇങ്ങനെ പിടിക്കുക, അങ്ങോട്ട് ഒഴിക്കുക. നല്ല ഒന്നാന്തരം മീൻകറി. എന്നിട്ട് ഇവിടെ വരമ്പുണ്ടാക്കുക. കേട്ടോ, കളവാ എല്ലാത്തിനും നമ്മുടെ അടുത്ത് കളവാ. ഇതൊരു കളം. ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു കളവാക്കി, ഇവിടെ ഇങ്ങനെ ഒരു കളവാക്കി. നേരെ ഇങ്ങോട്ട് വരിക. ഇവിടെ നല്ല കൂന്തൽ നോക്കിയാൽ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി. നല്ല കൂന്തൽ ഇവിടെ ഇടുക. നല്ല കൂന്തലാണ്. ഇത് ഇച്ചിരി ഇവിടെ ഇടുക. നല്ല മീൻ വറുത്തത്. നല്ല ഗ്രേവി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇത് മാത്രം മതി ചോറ് കഴിക്കാൻ. അല്ല, നീ കഴിച്ചോ, നിനക്ക് ഇഷ്ടമല്ലേ പുട്ട ഇതൊക്കെ. എന്താ രസം. ഇത് നോക്കുക, ഇതിങ്ങനെ ഇച്ചിരി ഇടുക. എന്നിട്ട് നേരെ ഇങ്ങോട്ട് വരിക. വരുമ്പോൾ നല്ല സെറ്റ് ചെയ്ത് വെച്ചാക്കുന്ന സലാഡ്. ഇത് കണ്ടോ, ഇതിങ്ങനെ എടുക്കുക. വീണ്ടും ഇങ്ങനെ എടുക്കുക. നേരെ കേട്ടോ, കളക്കണ്ടോ, നെല്ലൊക്കെ നട്ടു വെച്ചാക്കുന്നില്ലേ. ഇങ്ങോട്ട് വരിക. ഇങ്ങനെ ഇങ്ങോട്ട് വരിക. എന്നിട്ട് ഇവിടെ ഇരിക്കുക. എന്നിട്ട് ഒരു ചെരുവ് വെക്കുക. ഇങ്ങോട്ട് ഇരിക്കുക. ഇത് കണ്ടോ, ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു കുഴ. പുളി എടുത്ത് കളയണം കേട്ടോ. പുളിയാ കൂടുതൽ. അതേപോലെ തന്നെ ഈ മീൻ വറുത്തതിൻ്റെ ഇതുണ്ടല്ലോ, ഈ മസാല ഇട്ട് കൂട്ടി ഇവിടെ ഇരിക്കുക. എന്നിട്ട് ഇല്ല ഇവൻ്റെ നോട്ടം കാണുമ്പോൾ തന്നെ കൊതി വരും. ലിവി പോയിട്ടുണ്ട് എടുക്കാൻ വേണ്ടി. കഴിച്ചാൽ ഇഷ്ടപ്പെടും കേട്ടോ. കഴിഞ്ഞ ദിവസമല്ലോ മീൻകറിയൊക്കെ സൂപ്പറായിട്ടുണ്ട്. എന്തോ ഒരു മീൻ വികാരമുണ്ട്, പക്ഷെ ഓലയാണെന്ന് എൻ്റെ വിശ്വാസം. ഇവിടെ കിട്ടുന്ന ഓലയാന്ന് തോന്നുന്നു. അടിപൊളി ഈ ഗ്രേവി. ഇത് തിരുമുക. അങ്ങനെ തിരുമിയിട്ട് എന്താ ടേസ്റ്റ്. കൂന്തൽ അങ്ങനെ ഇടുക. എന്നിട്ട് എരിവുണ്ടാവും. എരിവുള്ളപ്പം ചള്ളാസ. കലക്കി. എന്നിട്ട് ഈ മീനും ഈ ചോറിലാണ് കൂടി ഇങ്ങനെ കഴിക്കുക. ഈ ട്രിപ്പിൽ ആദ്യമായിട്ടാ എത്ര നല്ല ഭക്ഷണം വെക്കുന്നത്. സത്യമായിട്ടാ പറഞ്ഞേ. മീൻ പൊരിച്ചതും ഇതും കേട്ടോ പൊളിച്ചത്. മസാല കന്ന് വെന്തു അല്ലേ. നല്ല രസമാണ്. എന്താ രസം. കുളുമ്പുമില്ല, ഒന്നുമില്ല. ഒരു തേങ്ങയില്ല, ഒരു മാങ്ങയില്ല അല്ലടാ.
തുർക്കിന്ന് മേടിച്ച മീനായിരുന്നു ഉളുമ്പ്. അതെ, പക്ഷേ മീൻ പൈസ കൂടുതലാ, മറ്റേ പൈസ കുറവാ. മീൻ വറുത്ത്, ഇതാണ് മീൻ വറുത്ത്, സോഫ്റ്റ്. ഇതുണ്ടോ സോഫ്റ്റാ. ഇത് ഇങ്ങനെ എടുത്തിട്ട് നൈസ്.